ക്ലാസ്സുകളായിരുന്നു. അങ്ങനെ വളരെ ബേസിക് ആയിട്ടുള്ള അനാട്ടമി ഒക്കെ ഞാൻ ആലോചിക്കുക, ടൈപ്സ് മറ്റേ ആമിനത്തൊക്കെ ടൈപ്സ് ഓഫ് ജോയിൻസ് അങ്ങനെ അത്രയും വളരെ സിമ്പിൾ ആയിട്ട് വളരെ ബേസിക് ആയ കാര്യങ്ങൾ അത്രയും നല്ല രീതിയിൽ ഒക്കെ. കാരണം എനിക്കൊക്കെ എന്ന് വെച്ചാൽ ഒരു അത്രയും ഗ്യാപ്പ് വന്നോണ്ട് തന്നെ ഫസ്റ്റ് തൊട്ടേ, കാരണം ഒരു ടച്ചും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഫസ്റ്റ് തൊട്ടേ പഠിക്കേണ്ടായിരുന്നു. പക്ഷെ അത്രയും ആ കാര്യങ്ങളൊക്കെ ശരിക്കും ആ ക്ലാസ്സിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം പിന്നെ അത് മാത്രമല്ല, നമുക്ക് സമയം കുറവാണ്. ഇപ്പൊ നിങ്ങളെ പോലെ എത്രയും സമയം പോലും നമുക്ക് ആകെ ആ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷമാണ് പഠിക്കാൻ തുടങ്ങുന്നത്. ഏകദേശം ഒരു 5-6 മാസം, ഡിസംബറിലൊക്കെ ആയിരുന്നു, 2022 ഡിസംബറിലായിരുന്നു നോട്ടിഫിക്കേഷൻ വന്നത്. 23 ജൂൺ ആയിരുന്നു എക്സാം ഉണ്ട്. ഇപ്പോൾ ഒരു 6 മന്തിന്റെ ഉള്ളിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും പഠിക്കണമായിരുന്നു. അതെല്ലാം അതെല്ലാം എല്ലാ ക്ലാസ്സും എനിക്ക് സക്സസ് ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് സാറോട് വലിയൊരു കടപ്പാടുണ്ട്. സാറും വലിയൊരു കാരണമായിട്ടുണ്ട് ഇങ്ങനെ ഒരു പൊസിഷനിൽ എത്താനും ഈ ഒരു റാങ്ക് കരസ്ഥമാക്കാനൊക്കെ എന്ന് ഞാൻ അതുകൊണ്ട് സാറോട് വളരെയധികം നന്ദി ഞാൻ പറയുന്നു. അപ്പം പിന്നെ വേറെ കാര്യം പറയാനുള്ളത്, ഇപ്പം ഞാൻ എൻ്റെ ഒരു ജേണി പറയാം. അതായത് ഇപ്പം സാറ് പറഞ്ഞ അത്തരം കാര്യങ്ങൾ തന്നെയാണ്. അപ്പം ഞാൻ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പം സാറ് പറഞ്ഞ പോലെ ഒരു ഗ്യാപ്പ് വന്നാലോ അല്ലെങ്കിൽ അത്രയും ഒരു ഏജ് കൂടിയാലോ അതൊന്നും ഒരു PSC കിട്ടാതിരിക്കാനുള്ള ഫാക്ടർ അല്ല എന്നുള്ളത് പറയാൻ വേണ്ടി മാത്രം ഞാൻ എൻ്റെ ജേണി ജസ്റ്റ് ഒന്ന് പറയാം. പിന്നെ അതുപോലെ തന്നെ ഞാൻ എങ്ങനെയാണ് പഠിച്ചത്. പിന്നെ നമ്മൾ പഠിക്കുമ്പോഴും നമുക്ക് തോന്നും, അല്ലെങ്കിൽ എക്സാം ഒക്കെ ആവുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ പഠിക്കായിരുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യായിരുന്നു എന്ന് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങളോട് ഷെയർ ചെയ്യുക. അത്ര മാത്രമാണ് ഞാൻ ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അതിൽ ഫസ്റ്റ് ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പം നേരത്തെ സാറ് പറഞ്ഞ പോലെ 2015 ഞാൻ ബാച്ച് ഔട്ട് ആവുന്നത് കോട്ടയത്തു നിന്ന്. അപ്പം പറഞ്ഞ പോലെ ഞാനാണെങ്കിൽ ഒരു ക്ലാസ് ടോപ്പറോ അല്ലെങ്കിൽ അത്രയും അങ്ങനത്തെ ഒരാളൊന്നും ആയിരുന്നില്ല. ഒരു ആവറേജ് ആയിട്ട് ജസ്റ്റ് ഒരു എക്സാം വരാം, ജസ്റ്റ് പഠിക്കുക, എങ്ങനെ പാസ്സാവുക, അങ്ങനെ ഒരു ആവറേജ് ആയിട്ട് പോയിക്കൊണ്ടിരുന്ന ആളായിരുന്നു. അപ്പം പഠിച്ചിറങ്ങുന്ന സമയത്തും എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഇപ്പം കുറേ പേര് മുന്നൊക്കെ ക്ലാസ്സിലുള്ളവരൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പഠിക്കുമ്പോൾ തന്നെ ഒരു മെഡിക്കൽ ഓഫീസർ ആവണം, അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് സീറ്റ് കിട്ടണം, അല്ലെങ്കിൽ ഒരു PG കിട്ടണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടായിരിക്കും ഒരുപാട് പേര് ഇറങ്ങുന്നുണ്ടാവുക. പക്ഷെ എൻ്റെ കേസിൽ എനിക്ക് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്തോ അന്ന് അങ്ങനെ ഒരു ബോധം ഉണ്ടായിട്ടുണ്ടാവില്ലായിരിക്കും. അങ്ങനെ PG കിട്ടണം എന്നോ അല്ലെങ്കിൽ PSC കിട്ടണം എന്നൊന്നും ഒരു ആഗ്രഹമേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ മനസ്സിൽ വന്നതേ ഇല്ല. അങ്ങനെയാണ് ഞാൻ പഠിച്ചിറങ്ങുന്നത്. അപ്പം ആകെ മനസ്സിലുണ്ടായിരുന്നത് നമുക്ക് പ്രാക്ടീസ് ചെയ്യണം, ക്ലിനിക്ക് ഇടണം, അല്ലെങ്കിൽ ക്ലിനിക്കിൽ ഇരിക്കണം, പ്രാക്ടീസ് ചെയ്യണം, അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് കോളേജിൽ നിന്ന് ഇറങ്ങുമ്പോൾ. പിന്നെ അതുപോലെ തന്നെ സംഭവിച്ചു ചെയ്തു. ഏകദേശം ഒരു മാസത്തെ ഗ്യാപ്പൊക്കെ ഉണ്ടായി കാണുള്ളൂ. അത് കഴിഞ്ഞ ശേഷം തന്നെ അപ്പം തന്നെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ക്ലിനിക്ക് സെറ്റായി. സ്വന്തമായിട്ടല്ല, വേറെ ഒരു ഡോക്ടർ ക്ലിനിക്കിൽ ഇരിക്കാൻ അങ്ങനെ അവർ ചോദിച്ച് അങ്ങനെ അവിടെ പോയി ഇരിക്കാൻ തുടങ്ങി. പിന്നെ അതങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. രാവിലെ ക്ലിനിക്കിൽ പോകും, വൈകുന്നേരം വരും. അങ്ങനെ പ്രത്യേകിച്ച് വേറെ പരിപാടികളൊന്നും ഇല്ല, പഠിക്കല വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കോഴ്സ് കഴിഞ്ഞ ഉടനെ തന്നെ ഞാനൊരു APGT എഴുതിയിട്ടുണ്ടായിരുന്നു, ഇറങ്ങിയ ഉടനെ തന്നെ. അങ്ങനെ അത് എഴുതി. പക്ഷെ ജസ്റ്റ് വെറുതെ പോയി എഴുതി, അത്ര നല്ല റാങ്ക് ഒന്നും കിട്ടിയില്ല. അങ്ങനെ സെലക്ഷൻ വലിയ റാങ്ക്, എത്ര 300 400 ഒക്കെ ആയിരുന്നു റാങ്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ അതിൽ സെലക്ഷൻ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വീണ്ടും പഴയതുപോലെ ക്ലിനിക്ക് തന്നെയായിരുന്നു. അങ്ങനെ ഒരു 2018 അടുത്ത ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ PSC, 2018 PSC നോട്ടിഫിക്കേഷൻ വരുന്നവരെ ഞാൻ അങ്ങനെ ക്ലിനിക്കിൽ പോയിക്കൊണ്ടിരുന്നു. നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് എന്തായിരുന്നു, നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യുക, അത് നമുക്ക് പഠിക്കണമല്ലോ. പറഞ്ഞ പോലെ ഞാൻ അന്ന് ബുക്ക് മടക്കി വെച്ചതായിരുന്നു. പിന്നെ അതിനുശേഷം ബുക്ക് എടുക്കുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം വേഗം തന്നെ അന്ന് ഞാൻ IHMAന്റെ കോച്ചിങ്ങിലായിരുന്നു ചേർന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതാണെങ്കിൽ വീക്കിലി എല്ലാ സൺഡേസിലായിരുന്നു ക്ലാസ്, ഓഫ്ലൈൻ ആയിരുന്നു. എല്ലാ സൺഡേസിലായിരുന്നു ക്ലാസ് ഉണ്ടായിരുന്നത്. അങ്ങനെ എന്തായിരിക്കും, എല്ലാ സൺഡേസും ക്ലാസ്സിന് പോകും. പക്ഷെ അന്ന് എന്തോ പറഞ്ഞ പോലെ ഒരു മോട്ടിവേഷൻ ഇല്ലാത്തത് കൊണ്ടോ എന്താണെന്നറിയില്ല, നമുക്ക് അങ്ങനെ പഠിക്കണം അല്ലെങ്കിൽ ഒരു അങ്ങനെ PSC കിട്ടണം എന്നോ PG കിട്ടണം എന്നോ അന്നൊരു ആഗ്രഹമേ മനസ്സിലായില്ല. ചെറുതായിട്ട് ഇങ്ങനെ പോകുമ്പോൾ എക്സാം എഴുതണം, പാസ്സാവണം എന്നൊക്കെ വെറുതെ വിചാരിക്കും. അല്ലാതെ ഒരു വലിയൊരു ആഗ്രഹം മനസ്സിലുണ്ടായതേ ഇല്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ആ ഒരു PSC കിട്ടാതെ പോയതെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്കങ്ങനെ പഠിക്കണം എന്നുണ്ടായിരുന്നില്ല. ജസ്റ്റ് ക്ലാസ്സിന് പോകും, വരും, എപ്പോഴെങ്കിലും നമുക്ക് ഫ്രീ ടൈം വീട്ടിൽ നിന്ന് കിട്ടുമ്പോൾ പഠിക്കും, അങ്ങനെയൊക്കെ. പക്ഷെ അന്ന സമയത്ത് പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നോട് ഇപ്പം അവിടെ എൻ്റെ കൂടെ കോച്ചിങ്ങുള്ളവർ തന്നെ പറയായിരുന്നു. കാരണം അന്ന് അവിടെ കുറേ പേരുണ്ടായിരുന്നു, അവർക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കിട്ടണം എന്ന്. പക്ഷെ അവരുടെ വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ അങ്ങനെ കുറേ കുട്ടികൾ ഒക്കെ ആയിട്ട് അങ്ങനെ അവർക്ക് പഠിക്കാനുള്ള സാഹചര്യം കുറവായിരുന്നു. പക്ഷെ ആ സമയത്ത് എനിക്ക് പക്ഷെ പഠിക്കാനുള്ള സാഹചര്യം കൂടുതലായിരുന്നു. കാരണം അന്ന് എനിക്ക് മോനൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഹസ്ബൻഡിന്റെ വീട്ടിലായിരുന്നു, ഉമ്മയും ഉപ്പയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഹസ്ബൻഡ് പുറത്തായിരുന്നു. അപ്പം എനിക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്, പഠിക്കാനുള്ള അവസരങ്ങളുണ്ട്. പക്ഷെ എന്തോ എനിക്ക് പഠിക്കണം എന്ന്
ഒരു വലിയൊരു ആഗ്രഹം മനസ്സിൽ വന്നതേ ഇല്ല. അതെന്താണെന്നറിയില്ല. അപ്പം അങ്ങനെ അതുകൊണ്ട് തന്നെ അപ്പം എല്ലാവരും പറയും നിനക്ക് നിനക്ക് ശരിക്കും പഠിക്കാൻ നല്ല അവസരങ്ങളുണ്ട്, ഈ വെറുതെ നിൻ്റെ ഇത് കളയാണ്, സമയം കളയാണെന്നൊക്കെ എല്ലാവരും കുറേ പേരൊക്കെ ആ എക്സാം അടുപ്പിച്ചിട്ട് എന്നോട് പറയായിരുന്നു. പക്ഷേ അതൊന്നും അത്ര ഒരു ഫലവത്തായില്ല തോന്നുന്നുണ്ട്. ഞാൻ അങ്ങനെ കൂടുതൽ പഠിച്ചില്ല, എന്തൊക്കെയോ പഠിച്ചു. അങ്ങനെ എക്സാം എഴുതിയപ്പം അതേപോലെ ലിസ്റ്റിലൊന്നും വന്നില്ല. അതേ സമയത്തിന് അപ്പം തന്നെയായിരുന്നു, നിങ്ങൾക്ക് ഒരു ദിവസത്തെ ഗ്യാപ്പിൽ തന്നെയായിരുന്നു PG എൻട്രൻസ് ഉണ്ടായിരുന്നത്. അങ്ങനെ PG എൻട്രൻസ് എഴുതി, എഴുതിയിട്ടും രണ്ടും കിട്ടിയതൊന്നുമില്ല. അങ്ങനെ വീണ്ടും എൻ്റെ ലൈഫ് ഇതുപോലെ തന്നെ വീണ്ടും എന്തായിരിക്കും ക്ലിനിക്കൊക്കെ ആയിട്ട് പോയി. ഒരു 2019 വരെ ക്ലിനിക്കൊക്കെ ആയിട്ട് പോയി. അങ്ങനെ പിന്നെ അപ്പോഴും എനിക്ക് പഠിക്കണം എന്നേ ആഗ്രഹം വന്നില്ല. അപ്പം ആ ഒരു സമയത്ത് ആണ് പിന്നെ ഞാൻ എന്ത് ചെയ്ത്, ആ സമയത്ത് എനിക്കൊന്നൊരു 2019 വരെ അങ്ങനെ പോയി. പിന്നെ ഞാൻ 19 ഹസ്ബൻഡ് പുറത്ത് ദുബായിലായിരുന്നു. അപ്പം അങ്ങനെ ദുബായിലേക്ക് പോയി. പിന്നെ അവിടെ വെച്ചിട്ട് പിന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയി. പിന്നെ മാസം 2019 ലാസ്റ്റിൽ തന്നെ ഡെലിവറി ഒക്കെ ആയി. പിന്നെ അപ്പോഴും എന്തായിരിക്കും പിന്നെ ഇതെല്ലാം വിട്ടു. അങ്ങനെ ക്ലിനിക്കോ പ്രാക്ടീസോ പഠിത്തോ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ വീണ്ടും അതെല്ലാം വിട്ടു. അങ്ങനെ ആ ഒരു സമയത്ത് 2020 ഒക്കെ ആയപ്പോഴാണ് എൻ്റെ അനിയത്തിക്ക് PG എൻട്രൻസ് കിട്ടിയത്. അതാണ് അവളാണെങ്കിൽ പഠിച്ചു കഴിഞ്ഞ് ഏകദേശം ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്ക് തന്നെ ഫസ്റ്റ് ഒരു വർഷം കോച്ചിങ് ചെയ്ത് അപ്പം തന്നെ അവൾക്ക് PG നല്ല റാങ്കോട് കൂടി തന്നെ ഓൾ ഇന്ത്യയിൽ 26th റാങ്ക് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ അത്ര നല്ല റാങ്കോട് കൂടി തന്നെ അവൾക്ക് PG കിട്ടി. അപ്പം അപ്പോഴാണ് 2020 ഒക്കെ ആയിട്ടുണ്ട് ആ സമയത്ത്. അപ്പം അപ്പോഴാണ് കുറേ പേര് ഇപ്പം നമ്മുടെ ഫാമിലിയിലാണെങ്കിലും കുറെ നെയ്ബേഴ്സ് കുറേ പേര് ഹോമിയോപ്പതിയിൽ PG ഉണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ അങ്ങനെയാണ്. അങ്ങനെ അപ്പം എല്ലാവരും എന്നോട് ചോദിക്കാൻ തുടങ്ങി, അപ്പം നീ എന്താ അപ്പം അതുവരെ PGക്കൊന്നും പോവാത്തത്, നീ എന്തൊന്നും പഠിക്കാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും പറയാനും ചോദിക്കാനൊക്കെ തുടങ്ങി. പിന്നെ അവളും ഇങ്ങനെ പറയാൻ തുടങ്ങി, ഈ എന്താ എനിക്ക് ശരിക്കും പഠിച്ചൂടെ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അപ്പോഴേക്കും മോന് അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ മോന് 2 വയസ്സാവട്ടെ, അപ്പം അതുവരെ അവനാണെങ്കിൽ ഫുഡ് കഴിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞാനത് ഉമ്മാൻ്റെ അടുത്ത് ആക്കാനുള്ള ബുദ്ധിമുട്ടും ഒക്കെ കുറേ സമയമൊക്കെ വേണം ഫുഡ് കഴിക്കാനൊക്കെ. അപ്പം അതൊക്കെ വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു എന്നാൽ അവൻ 2 വയസ്സാവട്ടെ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ 2 വയസ്സായി, പിന്നെ അവന് 3 വയസ്സായി. പക്ഷെ എന്നിട്ട് ഞാനൊന്നും ചെയ്തില്ല. ഇതേപോലെ ഇങ്ങനെ ഒന്നും ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ വീണ്ടും അപ്പം എല്ലാവരും എന്നോട് പിന്നെ ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി, നീ എന്തൊന്നും ചെയ്യാത്തത്, നീ എന്തൊന്നും പോവാത്തത്, ഇപ്പം മോന് കുറച്ചായില്ലേ, അങ്ങനെ പ്ലേ സ്കൂളിലാക്കാമല്ലോ, നിനക്ക് പോവാലോ, ഇത്രയും പഠിച്ചിട്ട് എന്തൊന്നും ചെയ്യാത്തതെന്നൊക്കെ അങ്ങനെ എന്നോട് എൻ്റെ റിലേറ്റീവ്സൊക്കെ ചോദിക്കാൻ തുടങ്ങി. അപ്പം അങ്ങനെയൊക്കെ ചോദിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാനിങ്ങനെ അങ്ങനെ ആലോചിക്കാൻ തുടങ്ങി, ഞാൻ ഒന്നും ചെയ്യുന്നില്ലല്ലോ, ശരിക്കും വെറുതെ ഒരു വീട്ടമ്മ പോലെ, അതായത് വീട്ടിലെ കാര്യങ്ങൾ മാത്രം നോക്കുന്ന, വേറെ ഒന്നും ചിന്തിക്കാതെ ക്ലിനിക്കോ കാര്യങ്ങളൊന്നും ചിന്തിക്കാത്തൊരവസ്ഥ. അങ്ങനെയായിരുന്നു അത്രയും നാള്. അങ്ങനെ ഒന്നും ചെയ്യാതെ അങ്ങനെ ഇരിക്കുക. അങ്ങനെ എല്ലാവരും ഇങ്ങനെ കുറെ ആൾക്കാർ അങ്ങനെ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ അങ്ങനെ എന്തോ ഒരു ചെറിയൊരു വിഷമം. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചു എന്നാൽ എന്തെങ്കിലും ചെയ്താലോ എന്നൊക്കെ വിചാരിച്ചു. ഇപ്പം അങ്ങനെ ഹസ്ബൻഡിനോടൊക്കെ പറഞ്ഞപ്പം നല്ലൊരു ക്ലിനിക്ക് തുടങ്ങാമെന്നൊക്കെ ഉള്ള ജസ്റ്റ് ഒരു പ്ലാൻ വന്നു. അങ്ങനെ അപ്പം എവിടെയെങ്കിലും നല്ല റൂം കിട്ടുകയാണെങ്കിൽ ക്ലിനിക്ക് തുടങ്ങാമെന്നൊക്കെ വിചാരിച്ച് ജസ്റ്റ് ഇങ്ങനെ നോക്കാനൊക്കെ തുടങ്ങി. അപ്പം അങ്ങനെയായിരുന്നു കുറേ ദിവസം. അത് കഴിഞ്ഞ് ആ ഒരു ഇടക്കാണ് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അപർണ എന്ന് പറയുന്ന എൻ്റെ ബാച്ച്മേറ്റ് തന്നെയായിരുന്നു. അവളൊരു കോച്ചിങ് തുടങ്ങി, ഒരു കോച്ചിങ് പ്ലാറ്റ്ഫോം റെൽം ഓഫ് റെപ്പർട്ടറി എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പം അവളുടെ ഒരു കോച്ചിങ്ങിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്ക് വേണമെങ്കിൽ സിംഗിൾ സബ്ജക്റ്റ് ചൂസ് ചെയ്യാം പഠിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഹോൾ സബ്ജക്റ്റ് എടുക്കാം, അല്ലെങ്കിൽ കോംബോ ആയിട്ട് ഒരു 3 സബ്ജക്റ്റ്, ഹോമിയോപ്പതി സബ്ജക്റ്റ് മാത്രം, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വെറുതെ വിചാരിച്ചു, പിന്നെ എനിക്ക് ഇങ്ങനെ ഒരു PM പഠിക്കാൻ പൊതുവേ പണ്ടേ ഒരു ഇഷ്ടമായിരുന്നു. അങ്ങനെ അസുഖത്തൊക്കെ അങ്ങനെ ഡിസീസ് കണ്ടീഷൻസ് ഒക്കെ പഠിക്കാൻ കുറച്ചും കൂടി ഇഷ്ടമായിരുന്നു. അപ്പം ഞാൻ വെറുതെ വിചാരിച്ചു എന്നാൽ ജസ്റ്റ് ഒരു PM മാത്രം പഠിച്ചാലോ, എന്തെങ്കിലും അവർക്ക് സിംഗിൾ സബ്ജക്റ്റ് നമുക്ക് എടുക്കാമല്ലോ. അപ്പം ജസ്റ്റ് എക്സാമിനൊന്നും വിചാരിച്ചിട്ടല്ല, വെറുതെ ഒരു PM സബ്ജക്റ്റ് ഒക്കെ ജസ്റ്റ് ഞാൻ കോച്ചിങ് ചേർന്നാലോ, അപ്പം എന്തെങ്കിലും വെറുതെ ഇരിക്കല്ലേ, എന്തെങ്കിലുമൊക്കെ വിവരം കിട്ടുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ അവളെ കോണ്ടാക്ട് ചെയ്ത്, അങ്ങനെ അത് നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ. അങ്ങനെ PM അങ്ങനെ ആ ക്ലാസ് ജോയിൻ ചെയ്തു. അപ്പം അവളെന്തായാലും എന്നെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ആഡ് ചെയ്യുമല്ലോ നമ്മളങ്ങനെ കോച്ചിങ്ങിന് ചേരുമ്പോൾ. അപ്പോൾ ആ വാട്സപ്പ് ഗ്രൂപ്പിലാണെങ്കിൽ എല്ലാവരും ഭയങ്കര ആക്റ്റീവായിട്ട് നെക്സ്റ്റ് PGTക്ക് വേണ്ടി പഠിക്കുന്നവരൊക്കെ ആയിരുന്നു. അപ്പോൾ അവരിങ്ങനെ ഭയങ്കര ആവേശം അവർ പഠിക്കാനൊക്കെ. അപ്പോൾ ഞാനാണെങ്കിൽ വല്ലപ്പോഴും ക്ലാസ്, അതും അങ്ങനെ റെഗുലറായിട്ട് കേൾക്കൊന്നുമില്ല, എന്നാലും ഫ്രീ ടൈമിൽ ക്ലാസ്സുകൾ കേൾക്കാനൊക്കെ ശ്രമിക്കുമായിരുന്നു. അപ്പം അങ്ങനെ വന്നപ്പം ഇത് ഇങ്ങനെയൊക്കെ ഇപ്പം വളരെ ക്ലാസ് അറ്റൻഡ് ചെയ്തത്, അതേപോലെ ആൾക്കാർ ചോദിക്കുന്നത്, പിന്നെ അതുപോലെ എൻ്റെ ഫ്രണ്ട് ഉണ്ട് അനു എന്ന് പറയും. അപ്പോൾ അവളാണെങ്കിൽ അതിന് മുന്നേ 2018 അവൾ മെഡിക്കൽ ഓഫീസർ ആയിട്ടുണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് ഞാൻ എഴുതിയതല്ല, പക്ഷെ എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പം അതിനുശേഷം ഇങ്ങനെ അവൾ അതിനെപ്പോഴും ഇങ്ങനെ പറയും. അത് ഞാൻ കുറേ ഫ്രണ്ട്സിനെ വീണ കുറേ പേര്
ഇങ്ങനെ പറയും, ഈ എന്തോ ഒന്നും ചെയ്യാതിരിക്കണം അങ്ങനെ പറയും. ഇതെല്ലാം കൂടെ എല്ലാം കേട്ടപ്പോൾ എനിക്ക് എന്തോ പഠിക്കണം എന്നുള്ള ഒരു ബോധം അപ്പോഴാണ് എനിക്ക് തോന്നുന്നത്. അത്രയും വർഷത്തിന്റെ ഇടയ്ക്ക് അപ്പോഴാണ് എനിക്ക് പഠിക്കണം എന്നിങ്ങനെ തോന്നിയത്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ആ വർഷത്തെ APGT ഞാൻ എഴുതി നോക്കിയാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ അത് നമ്മളങ്ങനെ വിചാരിക്കുമ്പോഴേക്കും ആ എക്സാം അടുത്തിട്ടുണ്ട്. കുറച്ച് സമയം, ഏകദേശം 2 മാസമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ആ ഒരു ആവേശത്തിൽ ഞാൻ എന്ത് ചെയ്തു, അങ്ങനെ അന്വേഷിച്ചപ്പോൾ ക്രാഷ് കോഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു, PHFന്റെ IHMAന്റെ ഒക്കെ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ജസ്റ്റ് ആ ഒരു PHFന്റെ ക്രാഷ് കോഴ്സ് ഞാൻ ജസ്റ്റ് ജോയിൻ ചെയ്തു. എന്നാലും ആ ഒരു അപ്പം എനിക്ക് ശരിക്കും ഭയങ്കര പഠിക്കണം, PG കിട്ടണം എന്നൊക്കെ ഞാൻ ഭയങ്കര ആഗ്രഹം വന്നു. പിന്നെ വീട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ പറയായിരുന്നു, ഉമ്മ ഉപ്പ പറഞ്ഞ അനിയത്തിയൊക്കെ ഇങ്ങനെ പറയായിരുന്നു. അപ്പം അങ്ങനെ ജോയിൻ ചെയ്തു. അപ്പൊ ജോയിൻ ചെയ്ത് ജസ്റ്റ് ക്ലാസ്സുകൾ ഇങ്ങനെ കേൾക്കാൻ തുടങ്ങി കുറച്ചായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും ഇവിടെ എൻ്റെ ഹസ്ബൻഡിന്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഹസ്ബൻഡിൻ്റെ ഉപ്പാക്ക് അന്ന് കുറച്ച് അധികം ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയി, എങ്ങനെ വയ്യാതായി, കത്തീറ്ററൊക്കെ ഇടേണ്ടി വന്നു. അപ്പൊ അങ്ങനെ വീട്ടിൽ ഞാനും ഉമ്മയും മാത്രമല്ലേ ഉള്ളൂ. പിന്നെ വീട്ടിൽ ഫുൾ ഗസ്റ്റ് വരും, ഉപ്പാൻ്റെ കാര്യം നോക്കല്. അപ്പൊ അങ്ങനെ ആയിട്ട് അത് അവിടെ ഡ്രോപ്പായി പോയി. പിന്നെ ഒന്നും പഠിക്കാൻ പറ്റിയതൊന്നുമില്ല. പിന്നെ എക്സാമൊക്കെ അടുപ്പിച്ചാണ് ഉപ്പ ഒന്ന് റെഡി ആയിട്ടുണ്ടായിരുന്നത്. അപ്പം അപ്പം ശരിക്കും ആ സമയത്ത് നമുക്ക് പഠിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ആ സമയത്ത് കൂടുതൽ പഠിക്കാൻ പറ്റിയില്ല. അങ്ങനെ പഠിക്കാൻ പറ്റിയൊരു സാഹചര്യം ആയിരുന്നില്ല. എന്നാലും ഞാൻ എന്ത് ചെയ്തു, പിന്നെ ലാസ്റ്റ് 1 വീക്കൊക്കെ എനിക്ക് പഠിക്കാൻ കിട്ടി തോന്നുന്നുണ്ട്. അപ്പൊ ആ ജസ്റ്റ് ആ ഒരു 1 വീക്ക് ഞാൻ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, എക്സാമൊക്കെ അപ്ലൈ ചെയ്തിട്ട് എക്സാം എഴുതി. പക്ഷെ എക്സാം എഴുതിയപ്പോൾ ഞാൻ ശരിക്കും ഇങ്ങനെ ഭയങ്കര ഹാപ്പി ആയി ക്വസ്റ്റ്യനെ കണ്ടപ്പം. ശരിക്കും അങ്ങനെ കുറെ ഞാൻ ആ ഒരു ആഴ്ചയൊക്കെ പഠിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ശരിക്കും വിചാരിച്ചത് എക്സാം എഴുതി കഴിഞ്ഞ് പോരുമ്പോൾ എനിക്ക് PG കിട്ടുമായിരിക്കും എന്ന് വിചാരിച്ചു. കാരണം ഞാൻ അത്രക്കും ഹാപ്പി ആയി, ഇങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് പഠിച്ചതെല്ലാം വന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ഈസി ആയിരുന്നു, അപ്പൊ കിട്ടും എന്നൊക്കെ വിചാരിച്ചു. പിന്നെ സാറ് പറഞ്ഞ പോലെ ഞാൻ അന്ന് കുറെ നെഗറ്റീവ് ഒക്കെ ആക്കിയിട്ടുണ്ട് തോന്നുന്നുണ്ട്. പക്ഷെ റിസൾട്ട് വന്നപ്പം പക്ഷെ കിട്ടിയതൊന്നുമില്ല. ഇതേപോലെ 300 400 ഒക്കെ ഇരുന്നു, 300 ഒക്കെ എത്രയെന്ന് റാങ്ക് തോന്നുന്നുണ്ട്. പക്ഷെ അതും എനിക്കൊരു സ്പാർക്ക് പോലെ. കാരണം ഇപ്പൊ ഞാൻ വിചാരിക്കുക വളരെ കുറച്ചല്ലേ പഠിച്ചുള്ളൂ, പക്ഷെ വളരെ കുറച്ച് പഠിച്ചെങ്കിലും അന്ന് ശരിക്കും പറഞ്ഞ പോലെ പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ച് അവസരങ്ങളൊക്കെ അത്ര നല്ലതല്ലാത്തതുകൊണ്ട് കൂടുതൽ പഠിക്കാൻ പറ്റിയില്ല. പക്ഷെ പഠിച്ച അത്രയും എക്സാമിന് വന്നപ്പോൾ നമുക്ക് അറ്റൻഡ് ചെയ്യാനൊക്കെ പറ്റി. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാൽ എന്തായാലും അടുത്ത വർഷം എന്തായാലും എഴുതണം, നല്ലോണം പഠിച്ചിട്ട് തന്നെ എഴുതണം, എന്നാൽ കിട്ടുമായിരിക്കും എന്നൊക്കെ ഞാൻ അന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുന്ന ആ ഒരു സമയത്താണ് എന്ത് വന്നത്, നമ്മുടെ PSCയുടെ നോട്ടിഫിക്കേഷൻ വന്നത്. ഏകദേശം അപ്പോഴേക്കും ഇത്രയും വർഷമായിട്ടുണ്ട്, ഒരു ഏകദേശം 8 വർഷം ആവാനായിട്ടുണ്ടാവും. ഒരു 7 വർഷമൊക്കെ കഴിഞ്ഞ് ആ ഒരു സമയത്താണ്. അപ്പോഴാണ് PSC നോട്ടിഫിക്കേഷൻ വന്നത്. 2022 ഡിസംബർ ആയപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നു. അപ്പം ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും ഉണ്ടാവില്ല. കാരണം നമുക്കൊരു ട്രാക്കിൽ കയറാനൊരു സമയം എടുക്കും, അതായത് ഇനേഴ്ഷ്യ പറയും. നമ്മൾ നിന്നൊരു സ്റ്റേജിൽ നിന്ന് വേറെ സ്റ്റേജിലേക്ക് കയറാൻ എപ്പോഴും നമുക്കൊരു മടിയായിരിക്കും. അപ്പൊ എനിക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ ഈ ഒരു PGT എഴുതിയതും ഈ കാര്യങ്ങളൊക്കെ പാടെ വന്നപ്പം ശരിക്കും എനിക്ക് പഠിക്കാനൊരു ആഗ്രഹം മനസ്സിലുണ്ടായി എന്നാണ് വിചാരിക്കുന്നത്. മുന്നേ ഒന്നും അങ്ങനെ ഉണ്ടായിട്ടേ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ PSCക്കാണെങ്കിലോ മുന്നേ ഒന്നും അങ്ങനെ ഉണ്ടാവാത്തൊരാഗ്രഹം ആ സമയത്ത് ഉണ്ടായിരുന്നു. ആ ഒരു സമയത്താണ് നോട്ടിഫിക്കേഷൻ വന്നത്. അപ്പം നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് എല്ലാവരും ചെയ്യുന്ന പോലെ നമ്മളും എന്തായിരിക്കും, എന്നാലും കാര്യമായിട്ടൊന്നും പഠിച്ചിട്ടില്ലല്ലോ. പറഞ്ഞ പോലെ ആ ഒരു 1 വീക്ക് അത്ര ജസ്റ്റ് അവരുടെ ക്ലാസ് ജസ്റ്റ് കേട്ടോളൂ, ടെക്സ്റ്റ് ഒന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ എന്ത് ചെയ്തു, ഫസ്റ്റ് തന്നെ പോയിട്ട് അന്ന് PHFന്റെ ഓൺലൈൻ കോച്ചിങ്ങിനാണ് ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ PHFന്റെ ഫസ്റ്റ് ഇത് ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ രണ്ടും കൂടെ ഉള്ളതാണ്. കാരണം ഇപ്പം ഞാൻ വിചാരിച്ചു ഓൺലൈനേക്കാൾ ഞാൻ ഓഫ്ലൈൻ എടുക്കാൻ കാരണം നമ്മളിങ്ങനെ പോയി പഠിക്കുമ്പം അല്ലെങ്കിൽ നമ്മളെ ഫ്രണ്ട്സിനെ കാണുമ്പം ഇപ്പം അവർ കൂടുതൽ പഠിക്കുന്നത് കാണുമ്പോഴൊക്കെ നമുക്കും ഒരു ടെൻഡൻസി കുറച്ച് നല്ലോണം പഠിക്കാനുള്ള ഒരു ത്വര വരുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഓഫ്ലൈനും ഓൺലൈനും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫസ്റ്റ് അങ്ങനെ വിചാരിച്ചു. അങ്ങനെ ഫസ്റ്റ് തന്നെ ഫസ്റ്റ് ഒരു ഓഫ്ലൈൻ ക്ലാസ് അവർ അറ്റൻഡ് ചെയ്തു, കോഴിക്കോട് വെച്ച് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റത്തെ. അപ്പം അങ്ങനെ അതിന് പോയി. അന്ന് വഹാബ് സാർ ഒരു നല്ലൊരു മോട്ടിവേഷൻ ക്ലാസ് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ സാറിന് കുറച്ച് മെട്രിമേഡിയക്കും എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ശരിക്കും ആ ഒരു മോട്ടിവേഷൻ സാർ നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ അത്. അപ്പം അത് ശരിക്കും ആ ക്ലാസ്സും കൂടി കേട്ടപ്പോൾ നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റഡ് ആവും. അങ്ങനെ എന്തായാലും പഠിക്കണം, ഫുള്ള് പഠിക്കണം, എന്തായാലും PSC കിട്ടണം എന്നൊക്കെ. അന്നൊക്കെ ശരിക്കും PSC വിചാരിച്ചാണല്ലോ പോണത്. പക്ഷെ അപ്പോഴും പിന്നെ ഞാൻ പിന്നെ ഞാനതങ്ങനെ ഈ PSC വന്നതോട് കൂടി PGന്റെ കാര്യം കൊണ്ട് ഞാൻ മറന്നു പോകുന്നുണ്ട്. PSC ആയി പിന്നെ ശ്രദ്ധ ഒക്കെ. അപ്പം അങ്ങനെ പിന്നെ സാർ ഇങ്ങനെ എന്തെങ്കിലും കിട്ടും എന്നൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് പറഞ്ഞപ്പം അങ്ങനെയാണ് വന്നത്. ആ ക്ലാസ് കഴിഞ്ഞപ്പോൾ എന്തായാലും പഠിക്കണം എന്നൊക്കെ വിചാരിച്ച് തന്നെ വന്നു. അങ്ങനെ എന്ത് ചെയ്തു, പിന്നെ ഞാൻ ടെക്സ്റ്റുകളൊക്കെ പിന്നെ പഠിക്കണമെങ്കിൽ ടെക്സ്റ്റൊക്കെ വേണമല്ലോ. അപ്പം അങ്ങനെ പഴയ ടെക്സ്റ്റുകളൊക്കെ എടുത്തു വെച്ചു. അങ്ങനെ അതൊക്കെ ഇങ്ങനെ റെഡിയാക്കി
പഠിക്കാൻ വേണ്ടി ജസ്റ്റ് തുടങ്ങാം. അതായത് എനിക്ക് തോന്നുന്നു ഒരു ഡിസംബർ ജനുവരി ഒക്കെ ആയിട്ടുണ്ടാവും. അപ്പം നമുക്ക് ജനുവരിയിൽ അങ്ങനെ ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നത്. അപ്പം പഠിക്കാനൊക്കെ ജസ്റ്റ് ഇങ്ങ് തുടങ്ങിയതേ ഉള്ളൂ. അപ്പം ആ സമയത്താണ് പിന്നെ ഹസ്ബൻഡ് അപ്പം എന്നോട് പറഞ്ഞ്, പിന്നെ മോനാണെങ്കിൽ അന്ന് ഒരു 3.5 ആ വരുന്ന ജൂണിൽ അവനെ സ്കൂളിൽ ചേർക്കണം. അപ്പൊ പിന്നെ അവൻ അതുവരെ അങ്ങനെ അങ്ങോട്ട് ദുബായിലേക്ക് കൊണ്ടുപോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ചോദിച്ചു, ഈ സമയത്ത് എനിക്ക് എക്സാമിന്റെ സമയത്ത് കൊണ്ടുപോകാൻ പറ്റുമോ, ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ അവിടെ ചെന്നാൽ കുറച്ചും കൂടുതൽ പഠിക്കാൻ പറ്റുമായിരിക്കും, അല്ലെ നമ്മുടെ വീട്ടിനേക്കാളും കൂടുതൽ അവിടെ ചെന്നാൽ പഠിക്കാൻ പറ്റും എന്നൊക്കെ വിചാരിച്ച് ഞാൻ ഓക്കെ പറഞ്ഞ്. അപ്പൊ അങ്ങനെ എന്ത് ചെയ്തു, പിന്നെ ആ ഒരു ജനുവരിയിൽ ഫുള്ള് പിന്നെ അങ്ങോട്ടേക്ക് പോകുന്നൊക്കെ തിരക്കായി പോയി. അങ്ങനെ പോകുന്നേയും പാക്ക് ചെയ്യുന്നേയും അങ്ങനെ അത് റെഡിയാക്കുന്നേയും അങ്ങനത്തെ ഒരുപാട് തിരക്കുകളൊക്കെ ആയിരുന്നു. അപ്പം ആ ഒരു സമയത്ത് എനിക്ക് കാര്യമായിട്ട് പഠിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാനൊരു ഫെബ്രുവരി ഫസ്റ്റ് വീക്ക് ആയപ്പോഴേക്കും ഞാൻ ദുബായിലേക്ക് പോയി. അപ്പം അപ്പോഴേക്കും എനിക്കൊന്ന് ഡേറ്റ് വന്നിട്ടുണ്ട് തോന്നുന്നുണ്ട്, ജൂണിൽ ഡേറ്റ് വന്നിട്ടുണ്ടോ എനിക്ക് അത്ര ഓർമ്മയില്ല. എന്തായാലും ഫെബ്രുവരി ഫസ്റ്റ് വീക്ക് ആയപ്പോഴേക്കും ഞാൻ ദുബായിലേക്ക് പോയി. അപ്പം പിന്നെ ശരിക്കും അപ്പം അതുകൊണ്ട് എൻ്റെ ഫുൾ സ്റ്റഡിയും ഒരു കാര്യമായിട്ട് ഒരു ആക്റ്റീവായിട്ട് സ്റ്റഡി നടന്നിട്ടുള്ളതൊക്കെ പിന്നെ അവിടെ വെച്ചിട്ടായിരുന്നു. ആ ഒരു ഫെബ്രുവരി തൊട്ട് ജൂൺ വരെയായിരുന്നു ഞാൻ കാര്യമായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ ശരിക്കും ഫസ്റ്റ് തന്നെ ഈ ഇപ്പം ദുബായിലേക്ക് പോകുമ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് കൊണ്ടുപോകണമല്ലോ. അപ്പം എനിക്ക് ശരിക്കും നേരത്തെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ, എനിക്ക് ടെക്സ്റ്റ് എപ്പോഴും എന്ത് പഠിക്കണമെങ്കിലും ഞാൻ ടെക്സ്റ്റ് നോക്കി പഠിക്കാനായിരുന്നു താല്പര്യം. ഈ ഗൈഡ് നോക്കുന്നതിനേക്കാളും. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, ഞാൻ 2018 PSCക്ക് ഞാൻ IHMAന്റെ 2 ഗൈഡൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. രണ്ട് വോളിയം വാങ്ങിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഗൈഡ് പഠിക്കാനും പൊതുവേ ഒരു താല്പര്യം കുറവായിരുന്നു. എനിക്കിങ്ങനെ ടെക്സ്റ്റ് വായിച്ചിട്ട് ഇങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കാനായിരുന്നു താല്പര്യം. ഗൈഡിലാവുമ്പോൾ എന്തായിരിക്കും ആ ഒരു കറക്റ്റ് ആ ഒരു പോയിന്റ് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ, അതെങ്ങനെ വന്നു അങ്ങനെയൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പൊ അതും കൂടെ മനസ്സിലാക്കി പഠിക്കുമ്പോഴല്ലേ നമ്മൾ കുറച്ചും കൂടെ കൂടുതൽ ക്ലിയർ ആവാന്നുള്ളത് കൊണ്ട് ടെക്സ്റ്റ് പഠിക്കണം എന്നായിരുന്നു ഭയങ്കര ആഗ്രഹം. അപ്പൊ ഞാൻ ഇപ്പോഴും അപ്പൊ ഈ പറഞ്ഞ പോലെ ക്ലാസ് ഒക്കെ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാ ടെക്സ്റ്റ് ഒക്കെ വായിക്കണം, കൺസെപ്റ്റ്സ് ഒക്കെ നല്ലോണം മനസ്സിലാക്കണം എന്നൊക്കെ അങ്ങനെ തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്താന്ന് വെച്ചാൽ പറഞ്ഞ പോലെ ദുബായിലേക്ക് പോകാനുള്ളത് കൊണ്ടും കുറച്ച് ലഗേജ് അല്ലേ, 30 കിലോ ഒക്കെ മാക്സിമം പറ്റുണ്ടായിരുന്നുള്ളൂ. അപ്പം ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നതുകൊണ്ട് എനിക്ക് എല്ലാ ടെക്സ്റ്റ് ബുക്കും കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നത് 2 IBACക്ക് ടെക്സ്റ്റ് ബുക്ക് എടുത്തു. പിന്നെ അതേപോലെ തന്നെ പിന്നെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് മെട്രിയോമെഡിക്കയിൽ ഞാൻ കീനോട്ട് എടുത്തു. അതേപോലെ ക്രാക്ക് ദ എൻട്രൻസും എടുത്തു. ഇപ്പൊ ഞാൻ ഈ ക്രാക്ക് ദ എൻട്രൻസ് പറയുമ്പോഴാണ് ഞാൻ ഈ 2018 PSC ആ സമയത്ത് ഈ ക്രാക്ക് ദ എൻട്രൻസിനെ കുറിച്ചൊന്നും അന്നൊക്കെ ശരിക്കും ഭയങ്കര പോപ്പുലറായി വെക്കുന്നത്, എല്ലാവരും പഠിക്കുന്ന ബുക്കാണ്. പക്ഷെ എനിക്ക് അതൊന്നും അറിയേ ഉണ്ടായിരുന്നില്ല. കാരണം അത്രത്തോളം ഞാൻ പഠിക്കാൻ ശ്രദ്ധിച്ചിട്ടില്ല തോന്നുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ഫ്രണ്ട് അവള് വിളിച്ചപ്പോൾ ഇതേപോലെ ക്രാക്ക് ദ എൻട്രൻസിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ അത് എന്ത് ബുക്കാ എന്നൊക്കെ ചോദിക്കുമായിരുന്നു ആ സമയത്ത്. കാരണം ഞാൻ അതൊന്നും വായിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം പിന്നുണ്ട് അത് കഴിഞ്ഞ് അങ്ങനെ പറഞ്ഞ് ഫോണൊക്കെ വെച്ച് ഒരു 2-3 ദിവസം കഴിയുമ്പോൾ എനിക്ക് പാസ്സായി വരുന്നു. അപ്പൊ നോക്കുമ്പോൾ എന്താ, അവളെ ബുക്ക് അപ്പോഴേക്കും എനിക്ക് അയച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിലും ഞാൻ പഠിക്കട്ടെ വിചാരിച്ചിട്ട്. പക്ഷെ അന്ന് എനിക്ക് പഠിക്കാൻ പറ്റിയില്ല. പക്ഷെ ഈ എക്സാമിന് ഞാൻ അത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ക്രാക്ക് ദ എൻട്രൻസും കീനോട്ടും ഞാൻ കൊണ്ടുപോയി. ഈ 2 IBACക്കിന്റെ ടെക്സ്റ്റ് ബുക്കും കൊണ്ടുപോയി. പിന്നെ ഓർഗനോണ ടെക്സ്റ്റ് ഒന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ റെപ്പട്രിയിൽ ഞാൻ മറ്റേ നമ്മുടെ SK തിവാരിന്റെ എസെൻഷ്യൽസ് ഓഫ് റെപ്പട്രൈസേഷൻ എന്നാണ് ആ ബുക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ള എല്ലാ സബ്ജക്ട്സും കൂടെ പഠിക്കാൻ വേണ്ടി ഞാൻ ഈ റോംസ് ഞാൻ എപ്പോഴും എനിക്ക് തോന്നുന്നു ആ ഒരു PM പഠിക്കുന്ന ആ ഒരു ത്വരയില തോന്നിട്ട് റോംസ് ഞാൻ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ കാരണം എല്ലാവരും പറഞ്ഞ റോംസ് ഈ ബാക്കിയുള്ള സബ്ജക്ട്സ് പഠിക്കാൻ റോംസ് ഉപയോഗിക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് ബാക്കിയുള്ള ഇപ്പം നമ്മളെ KVK ഒന്നും കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ റോംസ് എടുത്തു. കാരണം എല്ലാ സബ്ജക്ട്സും അതിൽ വരുന്നുണ്ടല്ലോ, ഹോമിയോപ്പതി അല്ലാത്ത എല്ലാ സബ്ജക്ട്സും റോംസിൽ വരുന്നുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, റോംസും കൂടി എടുത്തിട്ടാണ് ദുബായിലേക്ക് പോയത്. ഇത്രയും ടെക്സ്റ്റ് ബുക്കായിട്ട് ഞാൻ അവിടെ പോയി. പിന്നെ അപ്പൊ ആ ഒരു സമയത്താണ് ഇപ്പൊ എനിക്ക് അതിന്റെ തൊട്ട് മുന്നെയാണ് ഞാൻ ഈ സക്സസ് ക്ലാസ്സിനെ കുറിച്ച് അറിയണതും പിന്നെ അതിൽ ജോയിൻ ചെയ്യണതും പിന്നെ അതിലെ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യണതും കേട്ടോ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ സക്സസ്സിലെ എല്ലാ ക്ലാസ്സും എനിക്ക് തോന്നുക, കാരണം ഞാൻ എപ്പോഴും മാക്സിമം ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. അത് ഞാൻ എപ്പോഴും പ്രിഫറൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ക്ലാസ് ആയിരുന്നു. പറഞ്ഞ പോലെ തന്നെ ആ ഒരു സാറിൻ്റെ അതുകൊണ്ടൊക്കെ എന്താണെന്ന് അറിയില്ല, ഞാൻ മാക്സിമം ക്ലാസ്സുകൾ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. വളരെ നല്ല ക്ലാസ് ആയിരുന്നു എല്ലാം. പറഞ്ഞ പോലെ രാജേശ്വരി മാം, കുറേ ഒരു പേരെടുത്ത് പറയുന്നില്ല, പിന്നെ ഐശ്വര്യ ഡോക്ടർ, കുറേ ആൾക്കാർ വളരെ നല്ല ക്ലാസ്സായിരുന്നു. തുഷാര ഡോക്ടർ, FM ഒക്കെ ആയിട്ട്. അപ്പം അതുകൊണ്ട് അങ്ങനെ ആ ക്ലാസ്സുകൾ മാക്സിമം അറ്റൻഡ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പം ഞാനിപ്പോൾ ദുബായി ചെന്നിട്ടും ചെയ്തത് അത് തന്നെയാണ്. അപ്പം നമുക്കിപ്പോൾ അവിടെ എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക്
ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു വർഷം മിനിമം 1.5 വർഷം എന്തായാലും ഉണ്ടാവും അടുത്ത എക്സാം എഴുതുമ്പോഴേക്ക്. ഏകദേശം 2 വർഷത്തോളം ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു അല്ലെ. 2027-ഒക്കെയാണ് എക്സാം വരുന്നതെങ്കിലും 1.5 വർഷം 2 വർഷം ഉണ്ടാവും. ഒരു സമയം ഉണ്ടല്ലോ. അപ്പം നമുക്ക് ആ സമയത്ത് ശരിക്കും ആകെ ഒരു 4-5 മാസേ ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കിങ്ങനെ കുറേ പ്ലാൻ ചെയ്ത് എന്തൊക്കെ പഠിക്കണം അങ്ങനെ, അല്ലെങ്കിൽ ഇങ്ങനെ ഫുൾ സിലബസ് പഠിച്ച് അങ്ങനെ കുറെ കൺസെപ്റ്റ്സ് ഒക്കെ ഉണ്ടാക്കി പഠിക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും അതിനുള്ള ഒരു സമയം പക്ഷെ എനിക്ക് അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെയൊന്നും പഠിക്കാൻ അവിടെ ചെന്നിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ അവിടെ ചെന്നിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നെന്ന് വെച്ചാൽ, ഫസ്റ്റ് ചെയ്തത് പറഞ്ഞ പോലെ ക്ലാസ്സുകൾ, എല്ലാ ക്ലാസ്സും സക്സസിന്റെ ആണെങ്കിലും PHFന്റെ ഇങ്ങനെ ക്ലാസ്സുകൾ കേൾക്കാറുണ്ടായിരുന്നു. ക്ലാസ്സുകൾ മാക്സിമം കേൾക്കുമായിരുന്നു. പിന്നെ അതേപോലെ കഴിയുന്നതും അങ്ങനെ എല്ലാ ക്ലാസ്സും എനിക്ക് നോട്ട് എഴുതാറില്ല, എന്നാൽ കഴിയുന്ന ക്ലാസ്സുകളൊക്കെ എന്തായിരിക്കും ഞാൻ നോട്ട് എഴുതാറുണ്ടായിരുന്നു. പിന്നെ ആ നോട്ടാണ് ഞാൻ പിന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ടെക്സ്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞ പോലെ റോംസ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പറഞ്ഞ ഈ ടെക്സ്റ്റ് ബുക്കും കാര്യമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതാണ് ഞാൻ മെയിനായിട്ട് പഠിച്ചത്. അല്ലാതെ പിന്നെ വേറെ കൂടുതൽ പഠിക്കാനോ ഒന്നുള്ള ഒരു സമയം ഇല്ലാത്തത് കൊണ്ടും പിന്നെ ഞാൻ അവിടെ ചെന്നാലും ഇങ്ങനെ ഒരുപാട് ഫുൾ ഫ്രീ ടൈം ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പറഞ്ഞു തന്നത് ഞാനും മോൻ ഒറ്റക്കല്ലേ ഉണ്ടാവുള്ളൂ ഹസ്ബൻഡ് പോകുമ്പോൾ. അപ്പം അവനിങ്ങനെ ഫുള്ള് തന്നെ ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ടും കുറേ മൊബൈൽ കൊടുക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടൊക്കെ അതിൻ്റെ കൂടെ കുറച്ച് നേരം എൻഗേജ്ഡ് ആവണം. അങ്ങനെ പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ഫുൾ അങ്ങനെ പുറത്തു പോകലും അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ കുറേ പഠിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നാലും മാക്സിമം ടൈം പഠിക്കണമെന്ന് വിചാരിച്ച് മാക്സിമം ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യും, മാക്സിമം നോട്ട് എഴുതും. അപ്പം ഞാനിപ്പോൾ വിചാരിക്കും അല്ലെങ്കിൽ ഇപ്പം നല്ല അതിന് എക്സാമിന് മുന്നൊക്കെ വിചാരിക്കും എല്ലാം നോട്ട് എഴുതായിരുന്നു നമുക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഞാനന്ന് അതായത് ഹോമിയോപ്പതി സബ്ജക്റ്റ് ഒക്കെ ഉണ്ടല്ലോ, ഓർഗനോൺ, മെഡിസിൻ, അതൊന്നും നോട്ട് എഴുതിയിട്ടേ ഉണ്ടായിരുന്നില്ല. റെപ്പർട്ടറി, ഫാർമസി ഇതൊന്നും നോട്ട് എഴുതിയില്ല. അതൊക്കെ ഞാൻ ബേസിക് തന്നെയാണ് പഠിച്ചത്. പിന്നെ പറഞ്ഞ പോലെ ടെക്സ്റ്റ് ബുക്കാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ബാക്കി മെയിനായിട്ട് നോട്ട് എഴുതിയിട്ടുള്ളതൊക്കെ എന്തായിരുന്നു, മെയിനായിട്ട് ഞാൻ PM ആണ് കാര്യമായിട്ട് നോട്ട് എഴുതിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ പിന്നെ എനിക്ക് തോന്നി എല്ലാം നോട്ട് എഴുതായിരുന്നോ തോന്നി. കാരണം നോട്ട് ശരിക്കും വലിയൊരു ഫാക്ടറാണ്. ശരിക്കും നോട്ട് എഴുതുക എന്നുള്ളത് ശരിക്കും വലിയൊരു ഫാക്ടർ തന്നെയാണ്. കാരണം ആ ഒരു എക്സാം അടുപ്പിച്ച് നമ്മളെപ്പോഴും ആ നോട്ട് നോക്കാനേ നമുക്ക് സമയം ഉണ്ടാവുള്ളൂ. അപ്പം നമ്മളിപ്പോൾ നന്നാക്കി നോട്ട് എഴുതിയാൽ ശരിക്കും ആ നോട്ട് തന്നെ മതി ആ ഒരു സമയത്ത് നോക്കാനും റെഫർ ചെയ്യാനും. കാരണം നമുക്ക് പിന്നെ ഫുൾ ടെക്സ്റ്റ് എടുത്ത് നോക്കി വായിക്കാനോ ഒന്നും നമുക്കൊരു സമയം ഉണ്ടാവൂല. അപ്പം അതുകൊണ്ട് നോട്ട് എപ്പോഴും എഴുതണം. ഏത് ക്ലാസ് ആണെങ്കിലും നമ്മൾ കേൾക്കുമ്പം നോട്ട് എഴുതിയാൽ അത് അത്രയും എഫക്റ്റീവ് ആവും എന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. പിന്നെ അപ്പോൾ അങ്ങനെയാണ് ഞാൻ പഠിച്ചത്. പിന്നെ അതേപോലെ ഞാൻ വേറൊരു കാര്യം ചെയ്തതെന്ന് വെച്ചാൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി. ഞാൻ ജസ്റ്റ് എൻ്റെ ഫ്രണ്ടായിട്ട് ഞങ്ങൾ 2 പേര് മാത്രമേ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി. അപ്പം അതുകൊണ്ട് എന്തായിരിക്കും, കാരണം അന്നത് ഞാൻ അവിടെയല്ലേ, ഇപ്പം ഇവിടെ ഓഫ്ലൈൻ ക്ലാസ് ഇല്ല, അപ്പം ജസ്റ്റ് ഓൺലൈൻ ക്ലാസ് അല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ഫുൾ കാര്യങ്ങൾ പറയാൻ, നമ്മൾ പഠിച്ച കാര്യങ്ങൾ പറയാൻ, ജസ്റ്റ് ഇങ്ങനെ ഇന്ന ദിവസം ഇന്നത് പഠിക്കാമെന്ന് പറയാൻ, പഠിച്ച കാര്യങ്ങൾ ഒരു റിവിഷൻ പോലെ അവിടെ പറയാനൊക്കെ ഒരു ജസ്റ്റ് ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി. അപ്പം 2 പേര് വെച്ചിട്ട്. അപ്പം അതും എനിക്ക് തോന്നുന്ന നല്ലൊരു കാര്യം. അപ്പം നിങ്ങൾക്കാണെങ്കിലും അങ്ങനെ ചെയ്യാം. അതായത് മാക്സിമം 2-3 അല്ലെങ്കിൽ 4, അതിൽ കൂടുതൽ ആൾക്കാരായി ശരിക്കും അതൊരു എഫക്റ്റീവ് ആവണമെന്നില്ല. അങ്ങനെ നമുക്ക് അറിയുന്ന, അല്ലെങ്കിൽ നമുക്ക് അത്രയും കംഫർട്ടായി തോന്നുന്ന 4 ആൾക്കാരെ വെച്ചിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയാൽ ഇപ്പം നമുക്ക് വേണമെങ്കിൽ കുറേ കാര്യങ്ങൾ ഒരു കമ്പൈൻ സ്റ്റഡി പോലെ അല്ലേ. കമ്പൈൻ സ്റ്റഡി എപ്പോഴും എഫക്റ്റീവാന്ന് പറയും. എന്നാലും നമ്മൾ പഠിക്കും. ഇപ്പം ചില ആൾക്കാർക്ക് ഉണ്ടാവും ഒറ്റയ്ക്ക് പഠിക്കേണ്ടി വരും. പക്ഷേ എന്നാലും ഒരു കാര്യങ്ങളൊക്കെ എല്ലാം കൂടെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഒന്നും കൂടെ എഫക്റ്റീവ് അല്ലേ. അപ്പം അതിനൊക്കെ ശരിക്കും വളരെ നല്ല കാര്യം. അപ്പം വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഒരു 4 പേരോ അല്ലെങ്കിൽ 3 പേരോ അല്ലെങ്കിൽ 2 പേരായാലും മതി. അങ്ങനെ വെച്ചിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പോ അല്ലെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പോ ചെയ്താൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. അന്ന് എന്തൊക്കെ പഠിക്കാം എന്നൊക്കെ ഉള്ളത് ഒരാളും കൂടെ നമ്മുടെ കൂടെ ഉണ്ടാവുമ്പം, അല്ലെങ്കിൽ അവർ അന്ന് കൂടുതൽ പഠിച്ചു എന്ന് പറയുമ്പം നമുക്ക് എന്തായിരിക്കും, നമുക്കും ഒരു ടെൻഷനായി, അവർ അത്രയും പഠിച്ചില്ല, അപ്പം നമുക്കും അത്രയും പഠിക്കാനൊരു ടെൻഡൻസി വരും. ഇനി അല്ലെങ്കിൽ ഇപ്പോൾ അവരൊന്നും പഠിച്ചില്ല പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും നമ്മൾ പഠിച്ച കാര്യം അവർക്ക് പറഞ്ഞു കൊടുക്കാം. അതൊക്കെ ശരിക്കും ഒക്കെ റിവിഷൻ ആയിരിക്കും. അങ്ങനെ ചെയ്യുന്നതൊക്കെ റിവിഷൻ അല്ലേ. അപ്പം അതൊക്കെ ശരിക്കും നല്ലൊരു എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ ചെയ്തൊരു കാര്യം അതായിരുന്നു. ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അങ്ങനെ കുറേ കാര്യങ്ങൾ അതിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ പറഞ്ഞ പോലെ ക്ലാസ്സുകൾ നല്ലോണം കേട്ട് മാക്സിമം നോട്ട് എഴുതായിരുന്നു. പക്ഷെ എനിക്ക് ഒരുപാട് എഴുതാൻ പറ്റിയില്ല. പക്ഷെ പിന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് എത്ര എഴുതായിരുന്നു തോന്നിയിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ അത്രയാണ് ഞാൻ ശരിക്കും അങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്. അല്ലാതെ ഇങ്ങനെ എന്നും ഒരു കറക്റ്റ് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് അല്ലെങ്കിൽ രാവിലെ എത്ര മണിക്കൂർ അങ്ങനെ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മാക്സിമം ടൈം കിട്ടുന്ന അത്രയും പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു.
പിന്നെ അപ്പൊ അത്രയാണ് ഞാൻ പഠിച്ചത്. അപ്പം പിന്നെ എനിക്ക് അപ്പൊ ഈ പഠിച്ചതിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞ പോലെ എപ്പോഴും ടെക്സ്റ്റ് വായിക്കുക എന്നുള്ളതാണ്. ടെക്സ്റ്റാണ് എപ്പോഴും ഒതന്റിക് ആയിട്ടുള്ള ബുക്ക്. നമ്മളെപ്പോഴും കൺസെപ്റ്റ്സ് മനസ്സിലാക്കി പഠിച്ചാൽ ശരിക്കും നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പം കഴിഞ്ഞ എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പറിൽ PGയുടെ ക്വസ്റ്റ്യൻ ആണെങ്കിലും PSCയുടെ ക്വസ്റ്റ്യൻ ആണെങ്കിലും ഒക്കെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത് കേട്ടോ. അതായത് നമുക്കൊരു അതിനെ കുറിച്ച് അറിയെങ്കിൽ ചിലപ്പോൾ നമുക്ക് ആ ഒരു ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും 4 ഓപ്ഷൻസ് അല്ലേ ഉണ്ടാവുക. അതിലെന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് കറക്റ്റ് അതിന്റെ ആൻസർ അറിയില്ലെങ്കിലും ബാക്കി ആ കറക്റ്റ് ആ കൺസെപ്റ്റ് നമുക്ക് അറിയാന്നുണ്ടെങ്കിൽ ബാക്കി 3 അല്ലാന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നാലും മതിയല്ലോ, എന്നാലും കറക്റ്റ് ആൻസർ നമുക്ക് കിട്ടൂലേ. അപ്പൊ എപ്പോഴും എന്ത് ചെയ്യണം, ബേസിക് കാര്യങ്ങൾ അറിഞ്ഞിട്ട് മനസ്സിലാക്കിയിട്ട് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലാതെ ഇപ്പൊ നമ്മൾ ഗൈഡൊക്കെ നോക്കി പഠിക്കുമ്പോൾ അതാ പ്രശ്നം. അതായത് അവിടെ എന്തായിരിക്കും ഇന്നതിന് ഇന്നത് ഉണ്ടാവും, അത്രേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇപ്പം ജസ്റ്റ് എന്തെങ്കിലും അങ്ങനെയല്ലേ ഉണ്ടാവുള്ളൂ. അല്ലാതെ അതെങ്ങനെ വന്നു അങ്ങനെയൊന്നും ഉണ്ടാവൂല. അപ്പൊ നമ്മൾ എന്തായിരിക്കും, നമുക്കത് ഓർത്ത് വെക്കാനും ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമുക്കത് കണക്ട് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അതിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചാൽ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. പക്ഷെ സമയം എടുക്കും. പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് സമയം ഉണ്ടല്ലോ, കുറച്ചും കൂടെ സമയം ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പഠിക്കാം. അപ്പം ഇത്രയൊക്കെയാണ് ഞാൻ ജസ്റ്റ് പഠിച്ചിട്ടുണ്ടായുള്ളത് കേട്ടോ. അപ്പൊ അതിൽ എനിക്ക് പഠിച്ചതിലും പിന്നെ എനിക്ക് എങ്ങനെയൊക്കെ പഠിക്കായിരുന്നു തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. അപ്പോൾ ഒരെണ്ണം ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്കൊരു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം. പിന്നെ പഠിച്ചതൊക്കെ റിവൈസ് ചെയ്യാം. പിന്നെ അങ്ങനെ അതൊക്കെ ചെയ്യാം. പിന്നെ അതേപോലെ അന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, ഈ വഹാബ് സാർ അന്ന് മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ സാറ് പറഞ്ഞിട്ടായിരുന്നു, എപ്പോഴും ഒരു കോമ്പറ്റേറ്റീവ് എക്സാം തുടങ്ങും ആദ്യം നിങ്ങൾ വാങ്ങിക്കേണ്ട ഒരു കാര്യം ഒരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റാന്ന് പറയുന്നു. അതായത് ഇങ്ങനെ വയർലെസ് ആയിട്ടുള്ള നമ്മൾ എയർപോഡൊക്കെ ഉള്ള അങ്ങനത്തെ. അപ്പോൾ അത് അപ്പോൾ സാറ് പറയാം വെച്ചാൽ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കൂല. അപ്പം ഇപ്പൊ നമ്മളതിൽ തന്നെ ഇപ്പൊ ഒരുപാട് ഇങ്ങനെ വീട്ടിൽ ജോലിയുള്ളവരുണ്ടാകും, അല്ലെങ്കിൽ നല്ല തിരക്കുള്ളവരുണ്ടാകും. അപ്പൊ അവർക്ക് ഇപ്പം ഒട്ടും തിരക്കില്ലാത്ത അല്ലെങ്കിൽ അത്രയും സമയം കിട്ടുന്ന ആൾക്കാരെ അപേക്ഷിച്ച് അവർക്ക് വളരെ സമയം കുറവായിരിക്കും. പക്ഷെ എന്നാലും നമുക്ക് കിട്ടുന്ന സമയം നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എങ്ങനെയെന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന സമയത്ത് നമ്മൾ ബുക്ക് നോക്കിയിട്ട് പഠിക്കുക. അല്ലാത്ത സമയത്ത് ഇപ്പൊ ഇതേപോലെ എൻഗേജ്ഡ് ആവുന്ന സമയത്ത് ചിലപ്പോൾ യാത്രയിലാണെങ്കിലും ഈവൻ കിച്ചണിൽ ജോലി ചെയ്യൊക്കെ ആണെങ്കിലും ഒരു ഹെഡ്സെറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇപ്പൊ റെക്കോർഡഡ് ക്ലാസ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് കേൾക്കാം. അപ്പൊ അതിന് ഇപ്പൊ ജസ്റ്റ് ചെവി വെച്ചാൽ മതിയല്ലോ, മൊബൈല് വേറെ എവിടെയെങ്കിലും വെച്ചാൽ മതിയല്ലോ, കയ്യിൽ പിടിക്കുക പോലും വേണ്ടല്ലോ, നമുക്ക് അങ്ങനെ കേൾക്കാം. അതേപോലെ തന്നെ യാത്രയിലാണെങ്കിൽ കേൾക്കാം. ഇനി റെക്കോർഡ് ക്ലാസ് അല്ല, നമ്മൾ പഠിച്ച കാര്യം തന്നെ നമുക്ക് വാട്സപ്പിലോ എവിടെയെങ്കിലും വോയിസ് ആയിട്ട് അയച്ചാൽ അതേ കാര്യം നമുക്ക് വീണ്ടും കേൾക്കാം. അപ്പൊ അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അല്ലാതെ ഒരിക്കലും എനിക്കിപ്പോൾ അവരത്ര ടൈമില്ല, അപ്പൊ അവർക്കൊരു 4-5 മണിക്കൂർ കിട്ടുന്നുണ്ട്, എനിക്ക് ആകെ 2 മണിക്കൂറേ ഉള്ളൂ എന്ന് പറയുന്നതിലൊരു കാര്യമില്ല എന്നൊക്കെ ഒന്ന് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇങ്ങനെയൊക്കെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാം. അപ്പൊ സാറിന് ആരും അത് വാങ്ങിക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അത് വാങ്ങിക്കണം എന്നൊക്കെ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത് ഞാൻ ജസ്റ്റ് ഇവിടെ പറഞ്ഞെന്ന് മാത്രം. അങ്ങനെ ആർക്കെങ്കിലും അങ്ങനെ ഒരു ഐഡിയ ഇല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതായത് അതൊക്കെ ശരിക്കും നമുക്ക് കിട്ടുന്ന ടൈം നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാന്നേ ഉള്ളൂ. അല്ലാതെ എല്ലാവർക്കും ഒരുപോലെ ടൈം കിട്ടണം എന്നൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് കിട്ടുന്ന ടൈം നമുക്ക് എത്രയാണ് കിട്ടുന്നത്, നമുക്കൊരു 1 മണിക്കൂറാണെങ്കിൽ 1 മണിക്കൂർ നമ്മൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക. അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെന്ന് വെച്ചാൽ പിന്നെ വേറൊരു കാര്യം, ടൈം ടേബിൾ ഉണ്ടാക്കി പഠിക്കാന്ന് പറയും. ഇപ്പൊ പക്ഷെ ഞാനിപ്പോൾ എൻ്റെ കേസിൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിലും അത് ശരിക്കും നല്ല കാര്യം തന്നെയാണ്. പിന്നെ ഇപ്പൊ നമ്മള് ചിലവർ എങ്ങനെ ഉണ്ടാക്കും, അതായത് ഇപ്പൊ രാവിലെ 9 മണി തൊട്ട് 10 മണി വരെ പഠിക്കുക. പിന്നെ അങ്ങനെ പഠിച്ചിട്ടില്ലെങ്കിലും നമുക്ക് അങ്ങനെ ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും നമ്മളെപ്പോഴാണ് പഠിക്കാൻ നമുക്ക് പറ്റുന്നത് ആ സമയത്ത് നമ്മൾ പഠിക്കാനിരിക്കുക. എന്നിട്ട് അതില് സാറെന്നെ കറക്റ്റ് പറയുന്നുണ്ട്. അപ്പൊ അതായത് നമ്മളൊരു ടൈം വെക്കണം. ഇപ്പൊ നമ്മളൊരു PM ഒരു സബ്ജക്റ്റ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഞാനൊരു അരമണിക്കൂർ PM പഠിക്കുമെന്ന് വെക്കാം. അപ്പൊ ആ അരമണിക്കൂർ ആവുമ്പോഴേ അത് കംപ്ലീറ്റ് ആയാലും ഇല്ലെങ്കിലും അരമണിക്കൂറോട് കൂടെ അത് സ്റ്റോപ്പ് ചെയ്യണം. പിന്നീട് നമ്മൾ വീണ്ടും ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അത് എടുക്കാൻ പാടില്ല. അപ്പൊ ഞാൻ പക്ഷെ അതങ്ങനെ നോക്കിയപ്പോൾ എനിക്കും അതൊരു എഫക്റ്റീവായി തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഇപ്പൊ അങ്ങനെ വിചാരിക്കുകയാണ്, ഇപ്പൊ ഒരു 11 മണി തൊട്ട് 11:30 വരെ നമ്മൾ PM പഠിക്കുന്നു, 11:30 തൊട്ട് 12 മണി വരെ OM പഠിക്കുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, 11:30 ആയിട്ടും കഴിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മൾ വീണ്ടും എന്ത് ചെയ്യും, അത് 11:45 വരെ PM പഠിക്കും. പിന്നെ അത് വീണ്ടും വീണ്ടും നീണ്ടു പോവേ ഉള്ളൂ. ചിലപ്പോൾ OM നമ്മൾ വിചാരിക്കുന്നേക്കുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു ടൈം വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ സമയം എടുക്കും. ആ കുറേ സമയം കൊണ്ട് പഠിക്കുന്നത് നമ്മൾ ടൈം വെച്ചാൽ ആ ടൈമിനുള്ളിൽ നമ്മളത് പഠിച്ചെടുക്കാൻ നമ്മൾ ശ്രമിക്കും എന്നുള്ളതാണ്. അപ്പം എപ്പോഴും ഒരു ടൈം ലിമിറ്റ്
പഠിക്കണം എന്നാണ്. അപ്പം ഇനി അഥവാ കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിൽ അവിടെ സ്റ്റോപ്പ് ചെയ്യുക, എന്നിട്ട് നമ്മൾ വേറെ സബ്ജക്റ്റ് എടുക്കുക. അപ്പൊ ഈ വേറെ സബ്ജക്റ്റ് എടുക്കുക എന്ന് പറഞ്ഞതിലുണ്ട്, ചില ആൾക്കാർക്ക് എന്തായിരിക്കും ഒരു ദിവസം ഒരു സബ്ജക്റ്റ് പഠിക്കാനായിരിക്കും ഇഷ്ടം. ചിലർ അങ്ങനെ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു പോർഷൻസ് ഫുള്ള് കംപ്ലീറ്റ് ആക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു നെർവസ് സിസ്റ്റം മുഴുവനായിട്ട് കംപ്ലീറ്റ് ആക്കുക. ചിലവർ അങ്ങനെ ആയിരിക്കും. അതൊക്കെ ശരിക്കും നമ്മുടെ ഒരു സൗകര്യം പോലെ കേട്ടോ. പക്ഷെ എനിക്കൊക്കെ എന്ന് വെച്ചാൽ പെട്ടെന്ന് മടുക്കും. അത് ഒരു സബ്ജക്റ്റ് പഠിച്ചാൽ പെട്ടെന്ന് മടുക്കും. അതുകൊണ്ട് ഞാനെന്ന് വെച്ചാൽ ഒരു അരമണിക്കൂർക്ക് മാക്സിമം ഒരു സബ്ജക്റ്റ് ഇരിക്കാൻ പറ്റുള്ളൂ. പിന്നെ എനിക്ക് അപ്പോഴേക്കും അടുത്ത സബ്ജക്റ്റ് മാറണം. അപ്പൊ ഞാൻ അങ്ങനെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഞാൻ അത്ര ബോറടിക്കൂല, വേറെ വേറെ സബ്ജക്റ്റ് ആകും. പക്ഷെ ചിലവർ പക്ഷെ അങ്ങനെയല്ല. ചിലർ ഒരു ആദ്യത്തെ 2-3 ദിവസം കൊണ്ട് ഇന്നത് കംപ്ലീറ്റ് ആക്കുക, അപ്പൊ ഫുള്ള് അത് വെച്ച് തന്നെ ഇരിക്കും. അപ്പം അത് അവനവന്റെ ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഒന്നും കൂടെ, അത് എനിക്കത് പെട്ടെന്ന് പഠിക്കുന്നതുകൊണ്ടാണെന്ന് അറിയില്ല, ഞാൻ അങ്ങനെ കുറേ സബ്ജക്റ്റ് ഒരു ദിവസം പഠിക്കും, അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം എങ്ങനെ സബ്ജക്റ്റ് പഠിക്കുകയാണെങ്കിലും ഈ ഹോമിയോപ്പതിക് സബ്ജക്റ്റില് ഓർഗനോൺ, മെട്രിമെഡിക്ക, റെപ്പർട്ടറി, ഫാർമസി, ഈ 4ഉം ഡെയിലി പഠിക്കണം. എന്നിട്ട് ബാക്കിയുള്ളതാണ് ഇതിന് നമ്മൾ എപ്പോഴും ഒരു പ്രിഫറൻസ് കൊടുക്കണം, ഈ ഒരു 4 സബ്ജക്ട്സിന്. ബാക്കി ശരിക്കും ഈ സബ്ജക്ട്സ് ഒക്കെ പറയുമ്പോൾ ശരിക്കും എല്ലാത്തിനും ഈക്വൽ വെയിറ്റേജ് പക്ഷെ വ്യത്യാസമുണ്ട് അല്ലെ. ശരിക്കും ഹോമിയോപ്പതിക് സബ്ജക്റ്റിന് കുറച്ചും കൂടെ വെയിറ്റേജ് കൂടുതലുണ്ട്, നോൺ ഹോമിയോപ്പതിക് സബ്ജക്റ്റിന് അത്ര ഇല്ലെങ്കിലും എല്ലാ സബ്ജക്ട്സും പഠിക്കണം എന്നുള്ളതാണ് കേട്ടോ. സ്കിപ്പ് ചെയ്യുന്നതിനോട് ശരിക്കും അത്ര നല്ലതായി തോന്നിയിട്ടില്ല. കാരണം ഇപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ലിസ്റ്റ് ഒക്കെ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും, ശരിക്കും ഒരു 0.33 മാർക്കിനൊക്കെ ശരിക്കും നല്ല ഡിഫറൻസ് വരും. ഒരു 10-15 റാങ്ക് താഴോട്ട് പോകും, അല്ലെങ്കിൽ ഒരു 0.67 അത്ര ഒരു മാർക്കിന് അത്ര ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പൊ ശരിക്കും നമ്മുടെ ഒരു നെഗറ്റീവ് കൊണ്ടായിരിക്കും അത്രയും വന്നിട്ടുണ്ടാവുക. ജസ്റ്റ് ഒറ്റ നെഗറ്റീവ് കൊണ്ട് നമ്മൾ അത്രയും ബാക്കിലാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ സബ്ജക്റ്റും അത്ര ഇമ്പോർട്ടൻസോട് കൂടി പഠിക്കുക. പിന്നെ ഇനി അഥവാ എന്തെങ്കിലും അത്ര നിർബന്ധമാണ് സ്കിപ്പ് ചെയ്യാന്നുണ്ടെങ്കിൽ അത്ര ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അനാട്ടമി ഒക്കെ. ഇപ്പൊ അനാട്ടമി ആണെങ്കിലും ഇപ്പോൾ 2-3 ക്വസ്റ്റ്യൻ ആണെങ്കിലും അതിന് അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇനിയിപ്പോൾ അത്രയും നമുക്ക് കൂടുതൽ പഠിക്കാൻ പറ്റില്ലെങ്കിൽ എത്ര ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളെങ്കിലും ആ സബ്ജക്ട്സിൽ പഠിക്കണം. ഫുള്ളായിട്ടൊരു സബ്ജക്റ്റ് വിടുന്നതിനെ കുറിച്ച് നമുക്ക് അത്ര നല്ലതായി തോന്നിയിട്ടില്ല. കാരണം ഇത്ര ഇമ്പോർട്ടൻ്റ് ആണ്, ഇത്ര തെറ്റാണെങ്കിലും. പിന്നെന്ന് വെച്ചാൽ എല്ലാവർക്കും ടഫായ ഒരു ക്വസ്റ്റ്യൻ തെറ്റുമ്പോൾ അത്ര പ്രശ്നം ഉണ്ടാവില്ല, പക്ഷെ എല്ലാവർക്കും അറിയുന്നതാകുമ്പോഴാണ് കുറച്ചും കൂടെ ബുദ്ധിമുട്ട്. എന്നാലും സ്കിപ്പ് ചെയ്യാതിരിക്കാൻ എനിക്കൊന്നും അതൊന്നും ആവശ്യം ഇപ്പം വരുന്നില്ല. നിങ്ങൾ സമയമുണ്ട്, ഇപ്പം നിങ്ങൾ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. അതുകൊണ്ട് പിന്നെ സ്കിപ്പ് ചെയ്യാതെ പഠിക്കാൻ നോക്കുക. അതാ പിന്നെ പറയാനുള്ളത്. പിന്നെ അതേപോലെ തന്നെ പിന്നെ ഡെയിലി പഠിക്കണം. അതായത് ഇനി ഇപ്പോൾ ഒരു ദിവസം ഒരു 10 മിനിറ്റ് നമുക്ക് കിട്ടുന്നുള്ളെങ്കിൽ, അല്ലെങ്കിൽ ഒരു ദിവസം തീരെ സമയം കിട്ടിയിട്ടില്ലെങ്കിലും കിടക്കുന്നതിൻ്റെ ഒരു 10 മിനിറ്റെങ്കിലും എന്തെങ്കിലും ഒന്ന് വായിച്ചിട്ട് കിടക്കുക എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ ഒരു 100 MCQ എങ്കിലും ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോഴാണെങ്കിലും ശരിക്കും ഇപ്പോൾ നമ്മുടെ സക്സസിന്റെ ഗ്രൂപ്പിലാണെങ്കിലും മറ്റേ സക്സസ് MCQ കോർണർ കുറേ ഉണ്ടല്ലോ. അപ്പം അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടേ ഇല്ല, നമുക്ക് തന്നെ MCQ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഒരുപാട് സമയത്തിൽ ഇപ്പൊ ഹോമിയോ ഗുരുജി കുറേ ഉണ്ട്. ഇപ്പൊ സക്സസിൽ തന്നെ ഒരുപാട് ഓരോ സമയത്തും ഇല്ലേ. അപ്പൊ അത് എപ്പോഴും നമ്മൾ പഠിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ MCQ ചെയ്തുകൊണ്ടിരിക്കുക. അത് ശരിക്കും എന്താ പറഞ്ഞ പോലെ ഇതുപോലെ റിവിഷൻ ആയിരിക്കും, അല്ലെങ്കിൽ നമുക്കൊരു പുതിയ ഇൻഫർമേഷൻ ആയിരിക്കും. നമ്മൾ പഠിച്ച കാര്യമാണ് MCQ ചെയ്യുന്നതെങ്കിൽ അതൊരു റിവിഷൻ ആവും. ഇനി നമ്മൾ പഠിക്കാത്ത കാര്യമാണ് MCQ ചെയ്യുന്നത്, ഇനി തെറ്റാണെങ്കിൽ ശരിയാണെങ്കിൽ നമുക്ക് എന്തായിരിക്കും അത് ഒരു പുതിയ ഇൻഫർമേഷൻ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് MCQ തന്നെയല്ല ഇല്ലേ, നമുക്ക് പഠിച്ച കാര്യങ്ങൾക്ക് നമുക്ക് ഓർമ്മയുണ്ടോ ഇല്ലയോ, നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പം MCQ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് വേറൊരു കാര്യം. പിന്നെ പറയാനുള്ളത് പിന്നെ എന്താണ്, പിന്നെ എല്ലാവരും പറയല്ലേ നമുക്ക് നമ്മൾ കാണുന്ന സ്ഥലത്തൊക്കെ സ്റ്റിക്കി നോട്ട് വെച്ചിട്ട് എഴുതുക, അതൊക്കെ ശരിക്കും എഫക്റ്റീവ് തന്നെ ആയിരിക്കും കേട്ടോ. നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ പോകുന്നിടത്ത് അങ്ങനെ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബാത്റൂമിന്റെ ഫ്രണ്ടിൽ നമ്മൾ നോക്കുന്ന മിററിന്റെ ഫ്രണ്ടിൽ അങ്ങനെ, അല്ലെങ്കിൽ വാതിൽ എവിടെയാണെന്ന് വെച്ചാൽ നമുക്ക് ടഫായിട്ടുള്ള ഇപ്പോൾ ഇയർ, ഇപ്പം പ്രത്യേകിച്ച് റെപ്പർട്ടറിലൊക്കെ ഒരുപാട് ഇയേഴ്സ് പഠിക്കാനല്ലേ, റൂബ്രിക്സ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ സ്റ്റിക്കി നോട്ടായി വെക്കുന്നത് ശരിക്കും നല്ലതാണ്. കാരണം നമ്മളത് അറിയാതെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടാവും, അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലെങ്കിലും ഉണ്ടാകും. ചിലപ്പോൾ നമ്മളത് അറിയുന്നുണ്ടാവില്ല, നമ്മൾ പഠിക്കുന്നുണ്ടെന്ന് പോലും നമ്മൾ അറിയുന്നില്ല എന്ന് പറയാം. അപ്പം അതുകൊണ്ട് അതും ശരിക്കും നല്ല കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ പറയല്ലോ, ഇപ്പം ചിലവർക്ക് ടെക്സ്റ്റ് ബുക്ക് വായിക്കാനും മടിയുള്ളവർക്ക് ഇപ്പം ഒരുപാട് യൂട്യൂബ് വീഡിയോസ് ഒക്കെ ഉണ്ട്, ഒരുപാടുണ്ട്. അങ്ങനെ വളരെ നല്ല ക്ലാസ്സുകളൊക്കെ ഉണ്ടാകും. PM ആണെങ്കിലും ഫിസിയോളജി ആണെങ്കിലും എല്ലാം, ഗൈനക്കോളജി ആണെങ്കിലും എല്ലാം ഒരുപാട് യൂട്യൂബ് വീഡിയോസ് ഒക്കെ ഉണ്ട്.
അപ്പം നിങ്ങൾക്ക് ശരിക്കും അതൊക്കെ ശരിക്കും അതും ഉപയോഗപ്പെടുത്താം. ഇപ്പൊ ടെക്സ്റ്റ് വായിക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് നമുക്ക് കേൾക്കുന്നതാണ്, അല്ലെങ്കിൽ വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കുന്നതാണെങ്കിൽ അതും ശരിക്കും നല്ല കാര്യമാണ്. ഞാനും വളരെ കുറച്ച് യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ കണ്ട അത്ര നല്ലത് തന്നെയായിരുന്നു. അപ്പൊ നമുക്ക് ചിലതൊക്കെ നമുക്ക് തീരെ ഒരു കൺസെപ്റ്റ്സ് ഒന്നും അറിയാത്ത കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അങ്ങനെ വീഡിയോ വഴി നമുക്ക് കുറെ നല്ലത് കിട്ടും. അപ്പം അത് പറയാനുണ്ട്. പിന്നെ പറയാനുള്ളത് അപ്പം ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യാന്നുള്ളത് തന്നെയാണ്. അപ്പം ഇത്രയൊക്കെയാണ് എനിക്ക് കാര്യമായിട്ട് പറയാനുള്ളത്. പിന്നെ പിന്നെ അപ്പം ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ഒന്നതാണ്, അത് ഏജ് അല്ലെങ്കിൽ ഒരു നമുക്കൊരു ടച്ച് ഇല്ല, അല്ലെങ്കിൽ ഇത്രയും കാലം നമ്മൾ പഠിച്ചിട്ടില്ല എന്നുള്ളതൊന്നും ശരിക്കും ഒരു ഫാക്ടറേ അല്ല. ഇപ്പം അല്ലാത്തവർക്ക് കിട്ടൂല എന്നല്ല, അവർക്ക് ചാൻസ് കൂടുതലാണ്. ഇപ്പൊ പഠിച്ചിറങ്ങിയവർക്ക് കുറച്ചും കൂടെ മെമ്മറി ഫ്രഷ് ആയിരിക്കും, അവർ കുറച്ചും കൂടെ ആക്റ്റീവ് ആയിരിക്കും, കുറച്ചും കൂടെ അവർ പുസ്തകമായിട്ട് കുറച്ച് ടച്ചൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും ബാക്കിയുള്ളവരെക്കാളും. പക്ഷെ അത് വിചാരിച്ചിട്ട് ബാക്കിയുള്ളവർക്ക് കിട്ടൂല എന്നില്ല. അപ്പൊ അവര് ആ ഒരു സമയത്ത് നമ്മളൊരു എക്സാമിന്റെ സമയത്ത് നമ്മൾ എത്രയും എഫേർട്ട് ഇടുന്നോ അത്രയും നമുക്കത് പോസിറ്റീവായിട്ട് തന്നെ കിട്ടുള്ളൂ തന്നെയാണ് കേട്ടോ ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാതെ ഇപ്പൊ നമ്മള് ഇത്രയായി നമുക്ക് ഒന്നുമില്ല, ഇനി പഠിച്ചാൽ ഇപ്പൊ അത് കാര്യം ഉണ്ടാവില്ലായിരിക്കും, നമ്മളിനി ഫസ്റ്റ് ആദ്യം തൊട്ടേ തുടങ്ങുമ്പം അതൊക്കെ ഇനി സക്സസ് ആവുമെന്നൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. അപ്പം എങ്ങനെ പഠിച്ചാലും നമ്മൾ ആ ഒരു എക്സാമിനെ അടുപ്പിച്ച് നമ്മൾ പഠിക്കുന്നതല്ലേ, നമുക്ക് എത്ര മുന്നേ പഠിച്ചാലും എക്സാമിനെ അടുപ്പിച്ച് പഠിക്കുന്നത് നമ്മുടെ മെമ്മറിയിൽ ഉണ്ടാവുള്ളൂ. പിന്നെ അപ്പൊ അതുകൊണ്ട് കിട്ടൂല എന്നുള്ള ഒരിക്കലും വിചാരിക്കരുത്, അത് ഫസ്റ്റ്. പിന്നെ അതുപോലെ തന്നെ അത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. വേറെ പിന്നെ ഇവിടെ MCQs എപ്പോഴും ഫ്രീക്വന്റ് ആയി ചെയ്യണം. അതൊക്കെ ശരിക്കും നമുക്ക് ചില കാര്യങ്ങളൊക്കെ അങ്ങനെയാ. പിന്നെ റിവൈസ് ചെയ്യാന്നുള്ളതും ഒരു വലിയ ഫാക്ടറാട്ടോ. ശരിക്കും നമ്മൾ റിവൈസ് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളിത് പഠിച്ചത് നമുക്കിത് ഓർമ്മ ഉണ്ടാവും നമ്മൾ വിചാരിക്കും. ഇപ്പൊ വീണ്ടും അതിനൊരു സമയം കളയണ്ട, ഈ ഒരു സമയം കൊണ്ട് നമുക്കൊരു പുതിയ ടോപ്പിക്ക് തുടങ്ങാന്ന് ശരിക്കും നമ്മൾ അങ്ങനെ വിചാരിക്കും. പക്ഷെ റിവൈസ് ചെയ്യുന്നതുകൊണ്ട് ഭയങ്കര എഫക്റ്റീവാന്നുള്ളത് നമുക്ക് എക്സാം എഴുതുമ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പൊ അതിന് മുന്നേ വരെ നമുക്ക് എപ്പോഴും അങ്ങനെ തോന്നും, റിവൈസ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ഓർമ്മ ഉണ്ട് തോന്നും. പക്ഷെ റിവൈസ് ചെയ്തില്ലെങ്കിൽ ഒന്നെങ്കിൽ ഓർമ്മ കാണൂല, ഇനി ഓർമ്മ ഉള്ളതാണെങ്കിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടാവേ ഉള്ളൂ. അപ്പൊ എപ്പോഴും അതെ, ഒരു 100 കാര്യങ്ങൾ പുതിയത് പഠിക്കുന്നതിനേക്കാളും എത്രയോ മടങ്ങ് എഫക്റ്റീവാണ് ഒരു 10 കാര്യങ്ങൾ റിവൈസ് ചെയ്ത് പഠിക്കുന്നത്. അപ്പം എപ്പോഴും അതെ, ഇപ്പൊ നമ്മൾ ഇന്നിപ്പം ഒരു അരമണിക്കൂർ PM പഠിച്ചാല് നാളെ അരമണിക്കൂർ PM പഠിക്കുകയാണെങ്കിൽ അതിൽ ഒരു 15 മിനിറ്റ് ഈ റിവിഷന് വേണ്ടിയിട്ട് മാറ്റി വെക്കണം എന്നാണ്. അങ്ങനെ പഠിച്ചിട്ട് മാത്രമേ കാര്യമുള്ളൂ. അപ്പൊ നമുക്ക് ശരിക്കും മടിയായിരിക്കും, ആ ഒരു 15 മിനിറ്റ് പിന്നെയും പോവല്ലേ, അപ്പൊ ഇന്നലെ പഠിച്ച കാര്യമില്ല, അത് എന്തായാലും ഓർമ്മ ഉണ്ടാവും, ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് നോക്കാമെന്ന് നമ്മൾ വിചാരിക്കുമായിരിക്കും. പക്ഷെ ഈ 2 ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ കുറച്ചും കൂടെ കൂടുതൽ സമയം എടുക്കും നമുക്ക് വീണ്ടും. അതിന് വേണ്ടിയിട്ട് പിറ്റേ ദിവസം തന്നെ നോക്കുകയാണെങ്കിലോ കുറച്ച് സമയം മതി അത് പഠിക്കുകയാണെങ്കിൽ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം, റിവൈസ് ചെയ്യാന്നുള്ളത് അതിങ്ങനെ എപ്പോഴും ഇങ്ങനെ നമ്മളെ മനസ്സിലത് വേണം. നമ്മൾ വിചാരിക്കും റിവൈസ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് വിചാരിക്കരുത്. ഇങ്ങനെയാണെങ്കിൽ റിവൈസ് ചെയ്യണം. റിവൈസ് ചെയ്യാന്നുള്ളത് വലിയൊരു ഫാക്ടറാണ്. നോട്ട് ഉണ്ടാക്കാനുള്ള പറഞ്ഞെല്ലാം വലിയ ഫാക്ടർ തന്നെയാണ് കേട്ടോ. അതൊക്കെ ശരിക്കും നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ആയിട്ടും പിന്നെ നമുക്ക് ഇങ്ങനൊക്കെ ചെയ്യായിരുന്നു എന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ എപ്പോഴും പറഞ്ഞ പോലെ ഒരു അംബീഷൻ വേണം, അല്ലെങ്കിൽ ഒരു ഗോള് സെറ്റ് ചെയ്യണം എന്നുള്ളതാണ്. പക്ഷെ എപ്പോഴും എന്തായിരിക്കും അങ്ങനെ. അപ്പൊ നമുക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുള്ളൂ. പക്ഷെ എപ്പോഴും അത് വിചാരിച്ചിട്ട് നമ്മളങ്ങനെ എന്താ പറയാ, നമ്മളിങ്ങനെ റിലാക്സ്ഡ് ആവണം, നമ്മളങ്ങനെ സ്ട്രെസ്ഡ് ആവാൻ പാടില്ല. ചിലവരങ്ങനെ ഉണ്ടാവും, എനിക്ക് എന്തെങ്കിലും കിട്ടണം, ഇനി കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ എനിക്കൊരു ലൈഫില്ല, അല്ലെങ്കിൽ ഇനി ആൾക്കാർ അങ്ങനെ എന്തെങ്കിലും ഞാനിപ്പോൾ ഇത്ര ആയിട്ട് ഇനിയും കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ എന്ത് വിചാരിക്കും. അപ്പൊ അങ്ങനെ വിചാരിക്കുമ്പോൾ ശരിക്കും എപ്പോഴും പറയില്ല, എക്സാമിന്റെ സമയത്ത് നമ്മൾ ഭയങ്കര ആൻഷ്യസ് ആണ്, ഒരു ആൻസൈറ്റി ഉണ്ടാകുമ്പോൾ അത് എക്സാമിനെ ബാധിക്കും. അതേപോലെ തന്നെ അത്രയും ബാധിക്കും നമ്മൾ പഠിത്തത്തിലും എന്നാണ് പറയണത് കേട്ടോ. അപ്പൊ നമ്മൾ പഠിക്കുമ്പോഴും ഇങ്ങനെ എപ്പോഴും അതിനെ കുറിച്ച് എങ്ങനെങ്കിലും കിട്ടണം അങ്ങനെ ഒരു ആഗ്രഹമാണ്. പക്ഷെ അത് നിങ്ങൾ സ്ട്രെസ്ഡ് ആവാൻ പാടില്ല. അത് കാരണം നമ്മളിങ്ങനെ സ്ട്രെസ് ആവാൻ പാടില്ല. അപ്പൊ നമുക്ക് ശരിക്കും എന്തായിരിക്കും, ആ ഒരു പ്രൊഡക്ടിവിറ്റി കുറയും. നമുക്ക് ഇങ്ങനെ വേണ്ടത്ര രീതിയിൽ നമ്മൾ പഠിക്കുന്നുണ്ടാവും, പക്ഷെ അത് എഫക്റ്റീവായിട്ട് കിട്ടണം എന്നില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് എന്തായാലും കിട്ടണം. അല്ലെങ്കിൽ നമ്മളിങ്ങനെ സ്വപ്നം കാണുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം സ്വപ്നം കാണാം, അടുത്ത പ്രാവശ്യം എനിക്ക് ഇതേപോലെ എന്തായിരിക്കും മെഡിക്കൽ ഓഫീസർ ആവണം, അല്ലെങ്കിൽ ഇതേപോലെ ഒരു മോട്ടിവേഷൻ ക്ലാസ് തന്നെ എടുക്കും, അങ്ങനെയൊക്കെ സ്വപ്നം കാണാം. പക്ഷെ ഞാൻ മെഡിക്കൽ ഓഫീസർ തന്നെ ആയേ പറ്റൂ, ഇല്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല, എനിക്ക് വേറെ ലൈഫില്ല, അങ്ങനൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ടെൻഷൻ എപ്പോഴും കുറക്കാം. ഇപ്പൊ ഞാനാണെങ്കിലും അതെ, ഞാൻ ശരി ഇങ്ങനെ ടെൻഷൻ അടിക്കുന്ന അത്ര ആളല്ല. പൊതുവെ എൻ്റെ ഫ്രണ്ട്സൊക്കെ എപ്പോഴും നമ്മളങ്ങനെ കളിയാക്കാറുണ്ട്,
പൊതുവെ എക്സാം ഒക്കെ ആണെങ്കിലും ചിലർക്കില്ല ഭയങ്കര നമ്മൾ ഫുഡ് കഴിക്കൂല, അങ്ങനെ ഭയങ്കര ടെൻഷനൊക്കെ ഉണ്ടാവില്ലേ. അപ്പം അത് ശരിക്കും എന്തായിരിക്കും, എന്താണ്, പക്ഷെ അങ്ങനെ നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുമ്പം അത് ഫുൾ ഇത് കുറയും, അതിന് പ്രൊഡക്ടിവിറ്റി കുറയുന്നുള്ള കാര്യം ഉറപ്പാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും പഠിക്കുകയാണെങ്കിലും എക്സാം എഴുതുമ്പോഴും ആൻസൈറ്റി ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ്. റിലാക്സ് ചെയ്ത് പഠിക്കുക, നമ്മൾ മാക്സിമം നമ്മൾ എഫേർട്ട് ഇടുക, അതാണ് കിട്ടട്ടെ. കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് അതിലും നല്ലത് ചിലപ്പം വേറെ കിട്ടാനായിരിക്കും എന്ന് വിചാരിക്കുക. കാരണം അങ്ങനെയല്ലേ, അല്ലാതെ എല്ലാവർക്കും എഴുതുന്ന എല്ലാവർക്കും കിട്ടൂല, പക്ഷെ കിട്ടണം എന്ന് വെച്ചിട്ട് തന്നെ പഠിക്കുക. എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ അപ്പൊ അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക, മനസ്സിലായില്ലേ. പിന്നെ ഓരോ സബ്ജക്റ്റ്, അപ്പൊ എനിക്ക് തോന്നുന്നു മുന്നത്തെ ക്ലാസ്സിലൊക്കെ എല്ലാവരും കറക്റ്റ് പറഞ്ഞു തന്നിട്ടുണ്ടോന്നുണ്ടല്ലേ, എങ്ങനെ പഠിക്കണം, ഓരോ സബ്ജക്ട്സ് എങ്ങനെ പഠിക്കണം എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് തോന്നുന്നുണ്ട് അല്ലേ. എനിക്കൊന്ന് ശില്പ ഡോക്ടർ, സനുശ്രീ ഒക്കെ കറക്റ്റ് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതന്നെ എനിക്കും പറയാനുള്ളത്. ഓരോന്നും പിന്നെ അത് ഞാൻ വീണ്ടും പറയണം എന്ന് എനിക്ക് തോന്നുന്നില്ല, നിങ്ങൾക്ക് അറിയായിരിക്കും. ഇപ്പൊ ഏതാണെങ്കിലും അല്ലെങ്കിൽ എന്താണ് ഏതൊക്കെ ടോപ്പിക്ക് പഠിക്കണം എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവും. പിന്നെ പ്രത്യേകിച്ച് ഇപ്പൊ ക്ലാസ്സുകളൊക്കെ കറക്റ്റ് കിട്ടുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഐഡിയ ഉണ്ടാവും എന്ന് വിചാരിക്കണം. പിന്നെ അതുപോലെ ഞാൻ ഫസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, ഇപ്പൊ നിങ്ങളിപ്പോ ഇതിലാരെങ്കിലും ഇനി പഠിച്ച് തുടങ്ങിയിട്ടില്ലെങ്കിൽ, ഇപ്പൊ ഇനിയിപ്പം സാറ് പറഞ്ഞ പോലെ ഇപ്പൊ ഇനി ഒരു സീരീസ് തുടങ്ങാൻ നിൽക്കുകയാണല്ലോ, അപ്പം അങ്ങനെ ഒരു സ്റ്റാർട്ടിങ് ആണെങ്കിൽ നിങ്ങൾ ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം, ഒരു നോട്ട്ബുക്ക് വാങ്ങിയിട്ട് നിങ്ങൾ ഓരോ സബ്ജക്ട്സിലും എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം എന്നുള്ളത് ജസ്റ്റ് ഇങ്ങനെ ടോപ്പിക് നമ്മൾ ഇൻഡെക്സ് പോലെ ഇങ്ങനെ എഴുതി വെക്കുക. താഴേക്ക് ഓരോന്നിലും ഇപ്പൊ അനാട്ടമിയിൽ എത്ര പഠിക്കണം, ഫിസിയോളജിയിൽ എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് ഒരു നോട്ട്ബുക്ക് വാങ്ങിയിട്ട് ഓരോ എന്തൊക്കെ പഠിക്കണം മെയിൻ ഈച്ച് ആൻഡ് എവരി കുഞ്ഞു ടോപ്പിക്സ് ഒന്നല്ല, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എല്ലാം നിങ്ങൾ ഇങ്ങനെ എഴുതി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, അതാണ് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം കേട്ടോ. ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയതാണ്. അങ്ങനെ ചെയ്താൽ മതി. അപ്പൊ ശരിക്കും നമുക്ക് എന്തായിരിക്കും, ഒരു സിലബസിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്നതിനെ കുറിച്ച് എന്തായിരിക്കും നമുക്കൊരു ഐഡിയ ഉണ്ടാവും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എന്നിട്ട് നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ നമ്മൾ പഠിച്ച ടോപ്പിക്സ് എല്ലാം എന്ത് ചെയ്യാം, ടിക്ക് ഇട്ട് കൊടുക്കാം. ശരിക്കും ആ ടിക്ക് അതൊക്കെ ശരിക്കും ഭയങ്കര നമുക്ക് ഒരു കംഫർട്ടായി തോന്നുന്ന ഒരു കാര്യം, അതായത് അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് കിട്ടുന്ന ഒരു കാര്യമായിരിക്കും. പിന്നീട് നമ്മളൊന്ന് നോക്കുമ്പോൾ ആ ഒരു ടിക്ക് കാണുമ്പോൾ, അതിന് ടിക്ക് ഇടുമ്പോൾ സന്തോഷം, നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലോ. പിന്നെ അപ്പം പിന്നീട് റിവൈസ് ചെയ്യുമ്പോഴും നമുക്ക് റിവൈസ് ചെയ്യാനും എളുപ്പമായിരിക്കും. ചിലത് നമ്മൾ പിന്നെ അത് കുറേ കഴിഞ്ഞിട്ടായിരിക്കും അത് നമ്മൾ നോക്കുമ്പോൾ അത് പഠിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് പോലും നമ്മൾ ഓർമ്മ ഉണ്ടാവില്ല, പിന്നീട് അത് പഠിച്ചിട്ടില്ലെങ്കിൽ. അപ്പം അതൊക്കെ ഒഴിവാക്കാൻ പറ്റും. ഇങ്ങനെ എന്ത് ചെയ്യാം, ഓരോന്നിനും ഒരു ഇൻഡെക്സ് പോലെ ഉണ്ടാക്കിയിട്ട് നമ്മൾ പഠിക്കുന്ന ടോപ്പിക്സ് ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ടിക്ക് ഇട്ട് കൊടുക്കുന്നത് ശരിക്കും ഒരു നല്ല കാര്യമാണ് കേട്ടോ. അങ്ങനെ ചെയ്യാം. പിന്നെന്താണ്, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അല്ലെങ്കിൽ വരും നിങ്ങളെ ഈ ഒരു പഠിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അടുത്ത എക്സാം വരെ നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണലി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വന്ന് ചോദിക്കണമെങ്കിൽ ചോദിക്കാം കേട്ടോ. അതിനൊന്നും മടിയൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. പിന്നെ പറഞ്ഞ പോലെ വെയിറ്റേജ് പറഞ്ഞേ, ഹോമിയോപ്പതിക് സബ്ജക്റ്റിന് കുറച്ചും കൂടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. പിന്നെ ബാക്കിയുള്ള സബ്ജക്ട്സിന് പറഞ്ഞ പോലെ PM, ഗൈനക്കോളജി, സർജറി കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പൊ അനാട്ടമി FM ഒക്കെ നോക്കുന്നതിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് അതിനാണുള്ളത്. പക്ഷെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഓരോ മാർക്സിനും ഓരോ ക്വസ്റ്റിനും ശരിക്കും അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ട് ഒന്നും സ്കിപ്പ് ചെയ്യാതെ എല്ലാ സബ്ജക്ട്സും നമ്മൾ ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. പിന്നെ ഹോമിയോപ്പതി സബ്ജക്ട് ഡെയിലി പഠിക്കണം, അതിലൊന്നും ഒരു വിട്ടുവീഴ്ച വരുത്താനേ പാടില്ല. പ്രത്യേകിച്ച് മെട്രോമെഡിക്ക നമുക്ക് കുറച്ചും കൂടെ പഠിക്കാൻ പാടല്ലേ, അങ്ങനെ ഒരുപാട് ഡ്രഗ് ഉണ്ട്, കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലായതുകൊണ്ട് തന്നെ ഡെയിലി പഠിക്കുന്നത് ഡെയിലി റിവൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതിലൊന്നും ഒരു കോംപ്രമൈസും വിചാരിക്കരുത് കേട്ടോ. പിന്നെ മെട്രോമെഡിക്ക പഠിക്കുമ്പോൾ ബോറിക്കും കൂടെ ഇൻക്ലൂഡ് ചെയ്ത്, ഇപ്പൊ നിങ്ങൾക്ക് സമയമുള്ളത് കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കീനോട്ടിൽ തന്നെ വേണമെങ്കിൽ ബോറിക്കിന്റെ ഫസ്റ്റ് ഉണ്ടാവില്ലേ, ഒരു ഡ്രഗിന്റെ ഇൻട്രൊഡക്ഷൻ പോർഷൻ ഉണ്ടാവില്ലേ, അതിലിങ്ങനെ കുറെ ഇറ്റാലിക്സിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ, അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അതിൽ തന്നെ ആഡ് ചെയ്യാം, കീനോട്ടിൽ തന്നെ ആഡ് ചെയ്ത് പോവാം. അതേപോലെ ഫാമിലി പ്രൂവറൊക്കെ ആരാന്നുള്ളത് അതൊക്കെ ശരിക്കും പഠിക്കാം. ക്രാക്ക് ദ എൻട്രൻസിലല്ലാതെ അത് മൊത്തത്തിൽ തന്നെയുണ്ട്, അങ്ങനെയും പഠിക്കാം. ഓരോ ഡ്രഗ് വായിക്കുമ്പം പഠിച്ചാൽ എന്തായിരിക്കും, നിങ്ങൾക്ക് അത്ര എഫക്റ്റീവ് ആയിട്ട് ഉണ്ടാവും. അങ്ങനെ പിന്നെ ഓർഗനോൺ ആണെങ്കിൽ അഫോറിസംസ് എല്ലാം അത് കറക്റ്റ് ഡെയിലി വായിക്കണം. റെപ്പർട്ടറി ആണെങ്കിലും പിന്നെ ഫാർമസി പക്ഷെ കുറച്ചും കൂടെ കുറച്ച് ചെറിയതല്ലേ, അത്ര കൂടുതൽ പഠിക്കാനില്ല. എന്നാലും അതുകൊണ്ട് ഡെയിലി പഠിച്ചിട്ടില്ലെങ്കിലും ഒരു ഓൾട്ടർനേറ്റ് ഡേയ്സിൽ എന്താ പറയുക ഫാർമസിയും പഠിക്കാം. പിന്നെ അതിൻ്റെ കൂടെ എന്ത് ചെയ്യാം, ബാക്കിയുള്ള സബ്ജക്ട്സും പഠിക്കാം. പിന്നെ വെച്ചാൽ ഈ PM ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ബാക്കിയുള്ള സബ്ജക്ട്സ് പഠിക്കുമ്പോൾ ഇങ്ങനെ ഒരു മെത്തേഡ് ഉണ്ട്. അതായത് വേണമെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാം,
അതിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ മൾട്ടിപ്പിൾ സ്ക്ലിറോസ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം നെർവസ് സിസ്റ്റം അതിൻ്റെ അനാട്ടമി പഠിക്കാം, ബ്രെയിൻ്റെ അനാട്ടമി പഠിക്കാം, പിന്നെ അതിൻ്റെ ഫിസിയോളജി, പിന്നെ അതിൻ്റെ പെത്തോളജി ചെയ്യാൻ പാട്ട്. അപ്പം നമുക്ക് മൾട്ടിപ്പിൾ എന്താണെങ്കിലും ഏത് കണ്ടീഷൻ ആണെങ്കിലും കുറച്ചും കൂടി ഈസി ആയിരിക്കും, നമുക്ക് അതിൻ്റെ അത് മനസ്സിലാക്കാൻ പറ്റും അതിലെന്താ നടക്കുന്ന കാര്യം എന്നുള്ളത്. നേരെ പോയിട്ട് മൾട്ടിപ്പിൾ സ്ക്ലിറോസ് പഠിക്കുന്നതിനേക്കാൾ നല്ലതായിരിക്കും അങ്ങനെ പഠിക്കുന്നത്. കണക്ട് ചെയ്ത് പഠിക്കുക, അതായത് കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക. പക്ഷെ പിന്നെ നിങ്ങളുടെ ഇഷ്ടം പോലെ, അതായത് ഇപ്പൊ നമ്മുടെ ഒരു ഇതും കൂടെ നോക്കണം. അപ്പൊ ഒരുപാട് ക്ലാസ് നിങ്ങൾ കേട്ടു, അപ്പം എല്ലാവരും പല രീതിയിൽ പറഞ്ഞിട്ടുണ്ടാവും. അതിൽ നിങ്ങൾക്ക് എന്താണ് ഏറ്റവും നന്നായിട്ട് തോന്നിയിട്ടുള്ളത്, നിങ്ങൾക്ക് ഏതാണോ കംഫർട്ട് ആയിട്ടുള്ളത് അങ്ങനെ ചെയ്യാം. അല്ലാതെ നമ്മൾ ചെയ്ത പോലെ തന്നെ ചെയ്യണം എന്നല്ല. അതിൽ നിന്ന് നല്ല കാര്യങ്ങൾ എടുക്കുക, നിങ്ങൾക്ക് എങ്ങനെയാണോ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അതുപോലെ അപ്ലൈ ചെയ്യാം. ഓക്കെ, പിന്നെ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്.